തിരുവനന്തപുരം ധനുവച്ചപുരത്ത് സെലീനാമയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ്. കല്ലറ തുറന്ന് പരിശോധന രാവിലെ. നടപടി ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ. ഡൽഹിയിൽ പ്രചാരണം ഇന്ന് അവസാനിക്കും. ബജറ്റ് ഗുണമാകുമെന്ന പ്രതീക്ഷയിൽ BJP. സാധാരണക്കാരനെ മറന്നുവെന്ന് കോൺഗ്രസ്. രാജിവെച്ച MLA-മാർ BJP-യിൽ ചേർന്ന ആശങ്കയിൽ ആം ആദ്മി പാർട്ടി. ബജറ്റും വഖഫും പാർലമെന്റിനെ ഇന്ന് ബഹളമയമാക്കിയേക്കും. ബജറ്റിനെതിരെ ഇരുസഭകളിലും പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. സാധാരണക്കാരനെ മറന്നുവെന്നും ഡൽഹിക്കും ബീഹാറിനും മാത്രം പരിഗണനയെന്നും വിമർശനം. വഖഫ് JPC റിപ്പോർട്ട് ലോക്സഭയിലെത്തും. പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ലെന്ന് പരാതി. ഗാസയിലെ വെടിനിർത്തലിൽ രണ്ടാം ഘട്ടം ഇന്നു മുതൽ. ചർച്ചകൾക്കായി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയിൽ. ബൈഡന്റെ കാലത്ത് മോശമായ ബന്ധം, ട്രംപ് കാലത്ത് മെച്ചപ്പെടുത്താൻ നീക്കം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകണം. നമുക്ക് ആദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം. ചെന്താമര എന്ന വില്ലൻ, ചെന്താമര എന്ന ക്രൂരൻ, അയാളിപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് എന്നുള്ളതാണ്. ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 2 ദിവസത്തെ കസ്റ്റഡിയെങ്കിലും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തണം. ഈ പ്രദേശത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം. നാളെ ആയിരിക്കും തെളിവെടുപ്പ് എന്നാണ് മനസ്സിലാകുന്നത്. ശക്തമായ സുരക്ഷാ വലയം വേണം. കാരണം ഒരു നാട് മുഴുവൻ ചെന്താമരയ്ക്കെതിരെ വലിയ രോഷത്തിലാണ്. സ്വാഭാവികമായും ഇയാളെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഉപദ്രവിക്കാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. അത്രത്തോളം വലിയ രോഷം ഇയാൾക്കെതിരെ ആ പ്രദേശത്തുണ്ട്. അപ്പോൾ അതിന് ശക്തമായ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തും. ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും. അങ്ങനെ ആരെങ്കിലും ഈ പ്രതിയെ ഉപദ്രവിക്കാൻ വരികയോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം പോലീസിന് ഇപ്പോൾ വലിയ തലവേദനയാണ് ആ വിഷയങ്ങളൊക്കെ. ഇയാളെ പിടിക്കുക എന്നുള്ളതായിരുന്നു 2 ദിവസത്തെ തലവേദന എങ്കിൽ ഇപ്പോൾ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവരിക എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതും തലവേദനയാകുന്ന പശ്ചാത്തലമുണ്ട് പോലീസിന്. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, ഇന്ന് കസ്റ്റഡിക്കുള്ള അപേക്ഷ നൽകും. അത് കസ്റ്റഡിയിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത് നിയമപരമായ നിരവധി നടപടികളിലൊന്നാണ്. മറ്റെന്തൊക്കെയാണ് പോലീസിന്റെ നീക്കം? കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതും പ്രധാനമാണല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. 2 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കസ്റ്റഡിക്കായുള്ള അപേക്ഷ നൽകുന്നത്. ഒപ്പം തന്നെ നാളെ ആയിരിക്കും തെളിവെടുപ്പെന്നാണ് ഈ പോലീസ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇത് ഒരു രഹസ്യമാക്കാനുള്ള നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഈ എത്ര കണ്ട് സുരക്ഷ ഉറപ്പാക്കിയാലും ഈ ബോയൻ കോളനി എന്ന് പറയുന്നത് വളരെയധികം വീടുകൾ തിങ്ങി നിറഞ്ഞ ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ പോലീസിന് അവിടെ എത്ര ഈ പ്രതിയെ സംരക്ഷിക്കാൻ കഴിയുമെന്നത് വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് നാട്ടുകാരുടെ രോഷം അത് ഒരു തുള്ളി പോലും കെട്ടടങ്ങാത്ത സാഹചര്യത്തിൽ ഈ തെളിവെടുപ്പ് എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ രഹസ്യ നീക്കങ്ങൾ ആയിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിർദ്ദേശിച്ചിരുന്നത്. ഈ നാട്ടുകാരുടെ രോഷം കെട്ടടങ്ങിയതിന് ശേഷം മതി, അല്ലെങ്കിൽ അതീവ രഹസ്യമായിരിക്കണം എന്നതുൾപ്പെടെ അതൊക്കെ നാളെ അറിയാൻ കഴിയും. എന്തായാലും നാളെയോടുകൂടി തെളിവെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വലിയ സുരക്ഷാ വലയം ഒരുക്കിയിട്ടുണ്ട്. 100-ലധികം വനിതാ പോലീസുകാർ മാത്രമുണ്ട് നാളെ തെളിവെടുപ്പിനായി. ഒപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ സാധാരണ ഒരു തെളിവെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അതിന് കാരണം ഈ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്നതിൻ്റെ അടിസ്ഥാന കൂടിയാണ് അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിയെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ, അല്ലെങ്കിൽ പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലായി ഈ പ്രതി അന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിൽ മൊഴി നൽകിയിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ വിഷക്കുപ്പി പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിരുന്നു. വിഷം കഴിച്ചു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നത്. പക്ഷെ വൈദ്യപരിശോധനയിൽ അടക്കം അത് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലായി പോലീസിനെ
അല്ലെങ്കിൽ കേസന്വേഷണത്തിന് വഴിതെറ്റിക്കുന്ന തരത്തിലാണ് പ്രതി മൊഴി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പ്രതിയെ പിടികൂടിയ സമയത്ത് ഒരു തരി പോലും കുറ്റബോധമില്ലായിരുന്നു. അക്കാര്യം പോലീസ് തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിക്ക് കുറ്റബോധമില്ല, അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്നതടക്കം റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ കോടതിയിലെത്തിയ പ്രതി വളരെ വൈകാരികമായി, അല്ലെങ്കിൽ കോടതിയോട് ഏറ്റുപറയുന്ന രീതിയിലാണ് പിന്നീട് അവിടെ നിന്നും കോടതിയോട് സംസാരിച്ചത്. തെറ്റുപറ്റിപ്പോയി, എന്നെ 100 വർഷം വേണമെങ്കിലും ശിക്ഷിക്കൂ എന്ന കാര്യമാണ് പ്രതി പറഞ്ഞത്. അപ്പോൾ ഈ പ്രതിയുടെ പല ഘട്ടങ്ങളിലായി പ്രതി പറയുന്നത്, അല്ലെങ്കിൽ പ്രതിയുടെ പ്രവർത്തികൾ, ഇതൊന്നും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യത്തിൽ തന്നെ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന നീക്കമാണ് പോലീസിനുള്ളത്. ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെ രോഷം അത് കണക്കിലെടുത്താണ് ആദ്യഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്താണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതിയെ ആലത്തൂർ ജയിലിൽ നിന്നും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത്. കാരണം ഈ നാട്ടുകാർ പ്രതിയെ പിടികൂടിയ സമയത്ത് വലിയ രീതിയിലുള്ള രോഷപ്രകടനം നടത്തിയിരുന്നു. ജയിലിലടക്കം പോയി പ്രതിയെ ആക്രമിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരായ നിരവധി പേരെ റിമാൻഡ് ചെയ്തിരുന്നു. അവരും ഈ പ്രതി ഉണ്ടായിരുന്ന ആലത്തൂർ ജയിലിൽ തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ജയിലിൽ വെച്ച് പ്രതിക്കെതിരെ എന്തെങ്കിലും അക്രമം ഉണ്ടായാലോ എന്ന ഒരു ഭയത്തിൽ, അല്ലെങ്കിൽ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്താണ് പിന്നെ വിയ്യൂരിൽ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇനി നാട്ടിലേക്ക് ആ ഘട്ടത്തിലൊക്കെ, ഈ തിരച്ചിലിന്റെ ഘട്ടത്തിലും ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിയുടെ വീടിന്റെ സമീപത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. പക്ഷേ പിന്നീട് നാട്ടുകാരെ വഴിതെറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നാട്ടുകാർ ഈ പ്രതിയെ കൈകളിൽ കിട്ടിയാൽ നാട്ടുകാർ ശരിയാക്കും, അതുകൊണ്ട് തന്നെ നാട്ടുകാരെ അവിടുന്ന് സ്ഥലത്ത് നിന്നും മാറ്റാൻ വേണ്ടിയാണ് മാട്ടായിൽ നിന്നും പ്രതിയെ കണ്ടെത്തി എന്ന തരത്തിൽ പോലീസ് പറഞ്ഞത്. അതിനുശേഷം മാട്ടായിലേക്ക് തിരയാനായി നാട്ടുകാർ പോകുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ഈ പ്രതിയുമായി ജീപ്പിൽ കടന്നു കളഞ്ഞത്. അപ്പോൾ ഈ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ പ്രതിയുമായി ഇനി ഈ നാട്ടിലേക്ക് തെളിവെടുപ്പിന് വരുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന രോഷപ്രകടനങ്ങൾ അത് എത്ര കണ്ട് വലിയതായിരിക്കുമെന്ന് പോലീസിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ സുരക്ഷ സജ്ജമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. നാളെ തന്നെ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഷംന, ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ, പോലീസിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. കാരണം നേരത്തെ ഷംന പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ദൃക്സാക്ഷികളൊന്നുമില്ല ഈ കൊലപാതകത്തിൽ. ദൃക്സാക്ഷിയില്ലാത്തൊരു കേസ് തെളിയിക്കുക എന്നത് പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. അത് അത്തരത്തിൽ തെളിയിക്കേണ്ടി വരും. മറ്റൊന്ന്, ഇത്തരം കേസുകളിൽ നമ്മൾ ഈ മീഡിയ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ ഹൈപ്പ് ഈ കേസുകൾക്കുണ്ട് എങ്കിൽ പോലും ഇതിന് വളരെ പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ തെളിവുകൾ അനിവാര്യമാണ്. അതിന് ഒരുപക്ഷെ നാട്ടുകാരുടെയൊക്കെ മൊഴി ഉണ്ടാകാം, ബന്ധുക്കളുടെയൊക്കെ മൊഴി ഉണ്ടാകാം, ഇയാൾ പലതവണയായി നടത്തിയ ഭീഷണികൾ ഉണ്ടാവാം. അതിനപ്പുറത്ത് പോലീസ് ഏതൊക്കെ തരത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കാര്യക്ഷമമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇയാൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ നേരത്തെ നാട്ടുകാരൊക്കെ ഭയപ്പെടുന്നത് പോലെ ഇനിയും പൊതുസമൂഹത്തിൽ ഇറങ്ങി ഇയാൾ വിലസുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനെന്തൊക്കെയാണ് പോലീസിന്റെ നടപടികൾ? രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിലുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പ്രതി കൊലപാതകം നടത്തിയ വെട്ടുകത്തി പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ ഫോറൻസിക് പരിശോധന, വിരലടയാള പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയായിരിക്കും എന്തായാലും പ്രതിയെ ഹാജരാക്കുക. ഒപ്പം തന്നെ ഈ പ്രതി പലപ്പോഴായി നാട്ടുകാർക്ക് നേരെ വധഭീഷണി മുഴക്കിയിരുന്നു. അതെല്ലാം നാട്ടുകാർ സമ്മതിച്ചതുമാണ്. അപ്പോഴും പോലീസിന്റെ ഭാഗത്തുള്ള ഒരു വെല്ലുവിളി, ഈ നാട്ടുകാർ പല തവണയായി പോലീസിന് പരാതി നൽകിയിട്ടും പോലീസ് ഗൗരവത്തിൽ എടുത്തില്ല. അത് പോലീസിന് വലിയൊരു വെല്ലുവിളിയാകുമെന്നത് തീർച്ചയാണ്. കാരണം ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളടക്കം ആദ്യഘട്ടത്തിൽ പരാതി നൽകുന്നു. അതിനുശേഷം ഈ നാട്ടുകാരായ എല്ലാവരും ചേർന്ന് ഒപ്പുവെച്ച് നേരിട്ട് എത്തി പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുന്നു. പക്ഷെ അപ്പോഴൊക്കെ പോലീസ് പറഞ്ഞത് കോടതി ജാമ്യം നൽകിയ പ്രതിയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതല്ലെങ്കിൽ
വധഭീഷണി മുഴക്കിയിട്ടല്ലേ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആക്രമിച്ചിട്ടില്ലല്ലോ എന്ന തരത്തിലാണ് പോലീസ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നാട്ടുകാർ ഇപ്പോഴും ആരോപിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പലപ്പോഴായി പരാതി കൊടുത്തു, ഒരു തവണയെങ്കിലും പോലീസ് ഇവിടെ വന്നൊന്ന് നോക്കിയിരുന്നെങ്കിൽ, ഈ പ്രദേശത്തൊന്ന് വന്ന് നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രതിയുടെ വീടിന് മുമ്പിൽ കാവലിരിക്കുന്നത് ഒരു തവണയെങ്കിലും തങ്ങൾ പരാതി നൽകിയ ഘട്ടത്തിൽ ഈ സുധാകരന്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ ആ നാടിനോ സംരക്ഷണം ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഈ ഇരട്ടക്കൊല അവിടെ സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും ഈ കൊലപാതകം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച തന്നെയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അങ്ങനെ ഈ നാട്ടുകാർക്ക് പ്രതിയോട് എത്ര കണ്ട് രോഷമുണ്ടോ അതുപോലെ തന്നെ പോലീസിനെതിരെയും നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള രോഷമുണ്ട്. അത് ഈ പല ഘട്ടത്തിലായി പോലീസിനെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷെ അപ്പോഴും ഈ തിരച്ചിലിന്റെ ഘട്ടം മുതൽ തന്നെ ഈ നാട്ടുകാർ പോലീസിനൊപ്പം ഉണ്ടായിരുന്നു. കാരണം ഈ പ്രദേശം വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് ഈ പ്രതി. ഈ നെന്മാറ പോത്തുണ്ടി മേഖലകൾ, ഒപ്പം തന്നെ ഈ നെല്ലിയാമ്പതി മലയിടുക്കുകളൊക്കെ വളരെ കൃത്യമായി അറിയാവുന്നതാണ് പ്രതിക്ക്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ മേഖലകളിലേക്ക് പോയി തിരയുക എന്നത് കുറച്ച് ദുഷ്കരമായിരുന്നു. ആ സാഹചര്യത്തിലാണ് നാട്ടുകാർ ഉൾപ്പെടെ വളരെ സജീവമായി തന്നെ ഒരു ജനകീയ തെരച്ചിലിനായി ഇറങ്ങിയത്. അത് പ്രതിയെ കണ്ടെത്താനും പോലീസിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നാട്ടുകാർ പറയുന്നത് പോലീസ് ഇനി എങ്ങനെയായിരിക്കും ഈ പ്രതിയെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ പോലീസിൽ അത്ര കണ്ട് അവർക്ക് വിശ്വാസമില്ല. കാരണം 2019 ഈ സുധാകരന്റെ ഭാര്യയെ സജിതയെ കൊന്ന കേസിലാണ് പ്രതി ജയിലിൽ പോകുന്നത്. ആ കേസിൽ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ 2 ഇരട്ട കൊലപാതകം ചെയ്ത ഈ പ്രതിയുടെ ഇത്തരം കാര്യങ്ങൾ, വിചാരണ മറ്റ് നടപടികളൊക്കെ ഇതുപോലെ നീണ്ടു പോകാൻ, കാരണം 5 വർഷമായിട്ടും ഒരു കൊലപാതക കേസിൽ വിചാരണ നടന്നിട്ടില്ല. ഇനിയും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാൻ വളരെ ലാഗായി തന്നെ സാഹചര്യം. ചെന്താമരയെ കസ്റ്റഡിയിൽ പോലീസ് ഇന്ന് വാങ്ങിയേക്കും. നാളെ തെളിവെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ബാലരാമപുരത്തേക്ക് വന്നാൽ, ബാലരാമപുരം കൊലപാതകവും നമ്മൾ കുറേ ദിവസങ്ങളായി വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ്. അതിൽ പക്ഷേ പോലീസിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതുവരെ എന്താണ് മോട്ടീവ് എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. അമ്മയെയും അമ്മയുടെ സഹോദരനെയും, അതായത് കുട്ടിയുടെ അമ്മാവനെയും ഒക്കെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഉൾപ്പെട്ട ഒരു ജ്യോത്സ്യനുണ്ട്, അയാളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ദുരൂഹത പോലീസിന് നീക്കാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ പോലീസിന് നിർണായകമായ വിവരങ്ങൾ അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് പലതവണയും നമുക്ക് പുറത്ത് മാധ്യമങ്ങളോടടക്കം പൊതുജനങ്ങളോട് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ടാവാം. ഏതായാലും പ്രതിയായ ഹരികുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇത് ഇപ്പോൾ പലതലത്തിലാണ് അന്വേഷണം. അമ്മയെ ഇന്നലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിലെടുത്തത്, അറസ്റ്റ് രേഖപ്പെടുത്തത്. അത് മറ്റൊരു തലത്തിൽ. ഈ അമ്മാവൻ പറയുന്ന മൊഴികൾ അമ്മയോടുള്ള വൈരാഗ്യമാണ് എന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും തലത്തിൽ ഇയാളെ ഈ കൊലപാതകത്തിലേക്ക് എത്തിക്കാൻ സ്വാധീനിച്ച ഘടകങ്ങളുണ്ടോ? എന്താണ് പോലീസ് ഇതുവരെ മനസ്സിലാക്കിയ നമുക്ക് ലഭ്യമായ കാര്യങ്ങൾ? ഒരു ഒറ്റ കാര്യം മാത്രമേ പോലീസിന് ഉറപ്പുള്ളൂ. കൊലപാതകം നടത്തിയത് അമ്മാവൻ ഹരികുമാറാണ്. എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ പോലീസിനുണ്ട്. ദുർമന്ത്രവാദം സംശയിക്കുന്നു, ഈ ജോത്സ്യൻ്റെ സ്വാധീനം സംശയിക്കുന്നു, അതിനപ്പുറത്തേക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും, അതായത് ഈ കുട്ടിയുടെ അമ്മയോടുള്ള, ശ്രീധുവിനോടുള്ള അയാളുടെ ഒരു ബന്ധവും താല്പര്യവും ഒക്കെ അത് മറ്റൊരു കാരണമായി ഈ കുട്ടി അതിനൊക്കെ തടസ്സമാകുമോ എന്ന സംശയം. അങ്ങനെ പലവിധ കാരണങ്ങൾ പോലീസ് സംശയിക്കുമ്പോഴും ഈ പ്രതിയെ റിമാൻഡിൽ ആക്കിയിട്ടുള്ളപ്പോഴും എന്താണ് കൊലപാതകത്തിന് യഥാർത്ഥ കാരണമെന്ന് എന്ന ഇതിൽ പോലീസിന് സംശയമുണ്ട്. ഒന്ന്, ഈ പ്രതിയുടെ മൊഴികളാണ്. പലപ്പോഴും പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന മൊഴികളാണ്. ഒരു സമയം പറയുന്നതല്ല, അടുത്ത മിനിറ്റ് അയാൾ മാറ്റി പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഇയാളുടെ കാര്യത്തിൽ. അത് മാനസികാസ്വാസ്ഥ്യം കൊണ്ടാണോ, മനഃപൂർവ്വം ഇത്തരത്തിൽ പോലീസിനെ കുഴയ്ക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടാണ് ഇയാളുടെ ഒരു ആരോഗ്യപരമായ, ഈ ചികിത്സാപരമായ ചരിത്രം കൂടി പരിശോധിക്കാൻ പോലീസ് നേരത്തെ തീരുമാനിച്ചത്. ഇയാൾ നേരത്തെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം മാനസിക പ്രശ്നമുള്ള ആളാണ് ഇയാളെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ മാനസിക രോഗ വിദഗ്ധൻ്റെ കൂടി സാന്നിധ്യം ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇയാളുടേത് തന്ത്രമാണോ, അല്ലെങ്കിൽ ഇയാൾ രോഗി തന്നെയാണോ, എന്താണ് ഇയാളുടെ യഥാർത്ഥ മോട്ടീവ് എന്ന കാര്യത്തിലൊക്കെ എങ്കിൽ മാത്രമേ വ്യക്തത വരൂ. അമ്മയുടെ കാര്യത്തിലും പോലീസ് ഇപ്പോഴും
പൂർണ്ണമായും ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. അവർക്കിതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഹരികുമാറിൻ്റെ മൊഴി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹരികുമാർ താൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴും എന്താണ് കാരണമെന്ന് അത് പോലീസ് കണ്ടെത്തിക്കൊള്ളൂ എന്ന ഒരു മറുപടിയാണ് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ നൽകിയത്. അതാണ് പോലീസിനെ ഈ രീതിയിൽ കുഴയ്ക്കുന്നത്. ഏതായാലും കൂടുതൽ സമയം ഇയാളെ ചോദ്യം ചെയ്താൽ, പ്രത്യേകിച്ച് മാനസിക രോഗ വിദഗ്ധൻ്റെയൊക്കെ സാന്നിധ്യം ചോദ്യം ചെയ്താൽ ഇതിൻ്റെ കൃത്യമായ വിവരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഈ ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീധുവിനെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിൽ ശ്രീധുവിൻ്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നാണ് ശ്രീജിത്തിൻ്റെ ആവശ്യം. അത്തരത്തിൽ പോലീസ് ഇപ്പോഴും കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊലപാതകം നടത്തിയ ശ്രീജിത്ത് തന്നെയെന്ന് ശ്രീജിത്തിൻ്റെ മൊഴിയും ശ്രീധുവിൻ്റെ മൊഴിയും സാഹചര്യ തെളിവുകളും ഒക്കെ പരിഗണിച്ച് പോലീസ് വിലയിരുത്തുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഇനി കണ്ടെത്തേണ്ടത്. ഈ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിലാണല്ലോ അരുണ്. അത് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് കേസ്. അത് ആ കേസിൽ വളരെ കൃത്യമായ തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ടോ, മൊഴികളുണ്ടോ? ഒപ്പം ഈ ജോത്സ്യൻ ദേവിദാസൻ എന്ന ആൾ, അയാളുടെ പങ്കാളിത്തം ഇതിലെങ്ങനെയാണ്? അയാൾ എങ്ങനെയാണ് ഇവരെയൊക്കെ സ്വാധീനിച്ചത്? ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പുകളിലോ കൊലപാതകത്തിലോ മറ്റോ അയാൾക്ക് പങ്കാളിത്തമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ടല്ലോ. തീർച്ചയായിട്ടും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കൃത്യ പരാതികൾ പോലീസ് മുന്നിലുണ്ട്. നേരത്തെ തന്നെ ഈ കൊലപാതക ദിവസം തന്നെ അത്തരം ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശ്രീധു ജോലി നൽകാമെന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു എന്ന വിവരമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് അന്ന് അത് പരാതി ലഭിച്ചു. ഇപ്പോൾ ആ പരാതി ലഭിച്ചു. പോലീസ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടത് മാത്രമല്ല ഈ ജോത്സ്യനെതിരെയും ഈ പ്രദീപ് എന്ന ജോത്സ്യനെതിരെയും പ്രദീപ് കുമാർ ജോത്സ്യനെതിരെയും ശ്രീധുവിന്റെ പരാതിയുണ്ട്. 30 ലക്ഷത്തോളം രൂപ തന്നെ പറ്റിച്ചു എന്നാണ് പരാതി. ആ ചോദ്യം ചെയ്യലിൽ അയാൾ അത് നിഷേധിച്ചു. പക്ഷേ ശ്രീധു ഇപ്പോഴും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതും പോലീസിനെ കുഴപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മൊത്തത്തിൽ ഈ കേസിൽ ഈ പ്രതികളുടെ മൊഴികൾ, പ്രതികളുടെ പരാതികളൊക്കെ പോലീസിന് കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഈ ശ്രീധുവിന്റെ പരാതി പോലും 30 ലക്ഷം രൂപ എങ്ങനെ ശ്രീധുവിന് കിട്ടിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പ്രദീപ് കുമാർ അത് പൂർണ്ണമായും നിഷേധിക്കുന്നു. അത്തരത്തിൽ പറ്റിച്ചിട്ടില്ല. ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ തന്റെ സ്ഥാപനത്തിൽ കുറച്ചുനാൾ ജോലിക്ക് നിന്നിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അതിനപ്പുറത്തേക്ക് ഇവരെ ആ രീതിയിൽ ഉപദേശിച്ചു എന്ന കാര്യമൊന്നും ജോത്സ്യനും സമ്മതിക്കുന്നില്ല. എന്തായാലും ഇതിൽ ഇനിയും ദുരൂഹതകളേറെയുണ്ട്. അത് പലതും പോലീസിനും കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്താണ് സംഭവിച്ചത് അത് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതിലേക്കുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഹരികുമാറിനെ കസ്റ്റഡി വാങ്ങിച്ചുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീധുവിനെ ഒരുപക്ഷെ വീണ്ടും പോലീസ് കസ്റ്റഡി വാങ്ങി തന്നെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കൊലപാതകത്തിലും ശ്രീധുവിന്റെ പങ്ക് ഇപ്പോഴും സംശയനിഴലിൽ തന്നെയാണ്. ശ്രീധുവിനെ പോലീസ് അതിൽ കുറ്റവിമുക്തിയാക്കിയിട്ടില്ല. തട്ടിപ്പ് കേസുകളിൽ കൂടുതൽ പരാതികൾ ഒരുപക്ഷെ ശ്രീധുവിനെതിരെ വന്നേക്കാമെന്ന സൂചനകൾ കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഇന്ന് ഈ കൊലപാതകത്തിലെ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കൂടുതൽ വിവരങ്ങൾ പോലീസിൽ ലഭ്യമാകേണ്ടതുണ്ട്. ഒരുപാട് തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ട് എന്നതും പ്രധാനമാണ്. നമുക്ക് മറ്റൊരു വാർത്ത കൊച്ചി ഗ്ലോബൽ സ്കൂളിലെ മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയാണ്. അതിൽ നമുക്കറിയാം അമ്മ നടത്തുന്ന ഒരു നിയമ പോരാട്ടമുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് ഈ വിഷയം അന്വേഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. റാങ്കിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യ എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം ഉണ്ടാവുക. ഇതിനായി കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും ഇന്ന് കളക്ടറേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് വളരെ നിർണായകമായ ഒരു നീക്കമാണ്. കാരണം നേരത്തെയും ഈ സ്കൂളിനെതിരെ സമാനമായ പരാതികൾ ഉയർന്ന പശ്ചാത്തലമുണ്ട്. അന്നും ആ പരാതികളിൽ കാര്യമായ അന്വേഷണമോ എന്താണ് ഈ സ്കൂളിൽ സംഭവിക്കുന്നു എന്ന കാര്യത്തിലോ ഒന്നൊരു വ്യക്തത വന്നിരുന്നില്ല. ഇപ്പോൾ മിഹിറിന്റെ അമ്മ നൽകിയ പരാതിയിൽ അവരുടെ നിയമപോരാട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇപ്പോൾ ഈ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായാണോ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം? എന്തൊക്കെയാണ് അവർ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത, ഇന്ന് രാവിലെ ജില്ലാ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പ് അവരിൽ നിന്ന് വിവരം ശേഖരിക്കുക എന്നതാണ്. കാരണം ഇവരോട്
പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നേരിട്ടെത്തി സ്കൂൾ അധികൃതരോട് അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കളോട് അവരോടും കുടുംബത്തോടും എല്ലാം തന്നെ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും തന്നെ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവരുടെ ഒരു പരാതി സംബന്ധിയായ കാര്യങ്ങളിൽ ഇവർക്ക് കുടുംബത്തിന് എന്ത് പറയുവാനുണ്ട് എന്നത് സംബന്ധിച്ചാണ് കേൾക്കുന്നത്. അവർക്ക് വലിയ രീതിയിലുള്ള പരാതികൾ, മനോവിഷമങ്ങൾ ഇതെല്ലാം തന്നെ ഈ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാരിനോട് നേരിട്ട് പറയുവാനുള്ള ഒരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. സ്കൂൾ അധികൃതർക്ക് എന്ത് വിശദീകരണം ഇത്തരം പരാതികൾ നൽകാനുണ്ട്? ഈ പരാതി വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് റാഗിംഗ് പോലുള്ളൊരു സംഭവം സംസ്ഥാനത്തെ സ്കൂളിൽ നടക്കുക, അതും വളരെ നീചമായ രീതിയിൽ തന്നെ ഈ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി? ഇത്തരം കാര്യങ്ങൾ ഒരു സ്കൂൾ വളപ്പിനകത്ത് നടക്കുമ്പോൾ നിങ്ങളിത് അറിഞ്ഞില്ലേ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇക്കാര്യങ്ങളിലെല്ലാം എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവിൽ അന്വേഷിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പൊതുവിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഈ CBSE സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു ചട്ടക്കൂടിന് പുറത്ത്, അല്ലെങ്കിൽ അത് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു ബോധ്യമെല്ലാം ചില സമയങ്ങളിലെല്ലാം അവർ പ്രകടമാക്കാറുണ്ട്. ചില പ്രവർത്തന രീതിയെല്ലാം തന്നെ പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനകത്ത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ബോധിപ്പിക്കേണ്ടി വരുന്നത്. കൃത്യമായ രീതിയിൽ ഇതിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആലുവ DO ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായ ഒരു വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നടത്തുകയും ചെയ്തിരുന്നു. അതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് ഇതെല്ലാം സംബന്ധിച്ച് ഒരു പ്രാഥമികമായ ഒരു വിവരശേഖരണം അടക്കം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നടത്തി. അതിനുശേഷമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ നേരിട്ട് ഇവരോട് എത്താനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുടുംബം ഇന്നലെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഇവർ ഇന്നലെ അന്വേഷണ സംഘം, അതായത് ഹിൽ പാലസ് പോലീസാണ് നേരിട്ട് ഇത് അന്വേഷിക്കുന്നത്. അവർക്ക് 10 അംഗ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഇവർക്ക് മുന്നിലെത്തുകയും തങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ അത്രയും ബോധ്യപ്പെടുത്തുകയും തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്. അതെല്ലാം മകൻ്റെ മരണം ചില വിദ്യാർത്ഥി സംഘങ്ങൾ ആഘോഷിക്കുകയായിരുന്നു എന്നുള്ളൊരു പരാതി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ദുഃഖകരമാക്കുന്നൊരു വസ്തുതയും അത് തന്നെയാണ്. ഇവരുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന 3 വിദ്യാർത്ഥി സംഘങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സീനിയർ വിദ്യാർത്ഥി സംഘങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അവർ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇവർ ചില വാട്സപ്പ് ചാറ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചില വീഡിയോ പോലും അവർ ഇതിനെ ഈ മരണം കളിയാക്കിക്കൊണ്ട് അവർ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ എല്ലാം തന്നെ കുടുംബം ശേഖരിച്ച തെളിവുകളടക്കം കൈമാറുന്നുണ്ട്. ഇന്നലെ പോലീസിനത് കൈമാറി നിന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൂടി വരുമ്പോൾ അദ്ദേഹത്തിന് കൂടി കൈമാറുകയും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. എന്താണ് ഇവർക്ക് ഇതിൽ പറയുവാനുള്ളത്, സ്കൂൾ അധികൃതർക്ക് പറയുവാനുള്ളത് എന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി, നേരത്തെ മിർ അഹമ്മദ് പഠിച്ചിരുന്ന കാക്കനാട് മറ്റൊരു സ്കൂളുണ്ട്, ജെംസ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അവിടെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്ന ബിനു അസീസ് എന്നൊരാൾ ഇന്നലെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ബാലാവകാശ കമ്മീഷനിൽ മിർ അഹമ്മദിന്റെ കുടുംബം നേരത്തെ പരാതി നൽകിയിരുന്നു. ആ കുട്ടിയോട് വളരെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും എല്ലാം തന്നെ ചെയ്തിട്ട് ഒടുവിൽ അവിടെ നിന്ന് സ്ഥലം മാറ്റം വാങ്ങിച്ചാണ് ഈ സ്കൂളിലേക്ക് വന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുവാനുള്ളൊരു അവസരം കൂടിയാണ് ആ കുടുംബത്തിന് ലഭിക്കുന്നത്. രഞ്ജിത്ത, ഡാനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയത്ത് ഇന്ന് ഒരു കൊലപാതകം. കോട്ടയം ഏറ്റുമാനൂരിൽ സംഘർഷത്തിനിടെ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു എന്നുള്ളതാണ്. മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയിട്ടുണ്ട്. തെള്ളകത്ത് തട്ടുകടയിലെ സംഘർഷത്തിനിടയിലാണ് സംഭവം. തന്നെ പിടികൂടാൻ എത്തിയതാണ് എന്ന് പറഞ്ഞ് ഇയാൾ ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ശ്യാം പ്രസാദ് ആണ് കൊല്ലപ്പെട്ടത്. ജിബിൻ ജോർജ് എന്ന പ്രതിയാണ്. അയാൾ ക്രിമിനൽ കേസുകളിലൊക്കെ ഏർപ്പെടുന്ന ആൾ കൂടിയാണ്. അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള, അയാൾ പിടിയിലായി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, എന്താണ് ഈ സംഘർഷത്തിന് കാരണമായത്? എന്താണ് പ്രകോപനമായത്? ഇതിപ്പോൾ പ്രതിയും പിടിയിലായിട്ടുണ്ടല്ലോ അല്ലേ?
തീർച്ചയായും പ്രതി പിടിയിലായിട്ടുണ്ട്. ജിബിൻ ജോർജ് പിടിയിലായിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഘർഷം അപ്രതീക്ഷിതമല്ല, പക്ഷെ ഒരു കൊലപാതകത്തിലേക്ക് പോയത് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് ഈ CPO ആയ ശ്യാം പ്രസാദ് ജോലി കഴിഞ്ഞ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് തെള്ളകത്തെ തട്ടുകടയിൽ കയറിയത്. ഈ തട്ടുകടയിലേക്ക് ഈ ശ്യാം പ്രസാദ് എത്തുന്ന സമയത്ത് അവിടെ ഒരു സംഘർഷം നടക്കുകയാണ്. അപ്പോൾ ഈ സംഘർഷത്തിലുള്ളയാൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഈ പോലീസുകാരനെ അറിയാം. പോലീസ് വന്നിട്ടുണ്ട്, ഇനി നിന്നെ പിടിക്കും എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ഈ ജിബിൻ ജോർജ് തന്നെ പിടിക്കാനെത്തിയ പോലീസുകാരനാണ് ഈ ശ്യാം പ്രസാദ് എന്ന നിലയിൽ എന്ന് കരുതി അയാളെ ആക്രമിക്കുകയായിരുന്നു. അയാളെ ചവിട്ടി നിലത്ത് വീഴ്ത്തി. അതിനുശേഷം നിലത്ത് കിടന്നപ്പോൾ നെഞ്ചിന് നിരവധി തവണ ചവിട്ടി എന്നുള്ളതാണ്. ഈ നെഞ്ചിനേറ്റ ചവിട്ടാണ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ഒരു മരണത്തിലേക്ക്, തൊട്ടടുത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയുണ്ട് കാരിത്താസ്, അവിടേക്ക് എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ കുമരകം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം അതുവഴി ഈ പെട്രോളിംഗ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ സമയം അവർ കടന്നു പോകുമ്പോഴാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. തുടർന്ന് അവർ തന്നെയാണ് ഈ പ്രതിയെ ഓടിച്ചിട്ട് പിടിക്കുന്നത്. പിടിച്ച് തിരികെ പോലീസ് ജീപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ശ്യാം പ്രസാദ് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതാണ്. പിന്നീട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ ജിബിൻ ജോർജ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. ഇന്നലെ രാത്രി തന്നെ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ വളരെ ദാരുണമായ സംഭവമാണ്. നെഞ്ചിൽ ചവിട്ടി ഒരു പോലീസുകാരനെ തന്നെ കൊലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമായി അത് മാറുകയാണ്. മാത്രം ഈ ഭാര്യയും 3 കുട്ടികളുമാണ് മാഞ്ഞൂർ സ്വദേശിയായ ശ്യാം പ്രസാദിന് ഉള്ളത്. ഏതാണ്ട് രാത്രി 1 മണിക്ക് ശേഷം, ഏതാണ്ട് 2 മണിയോടുകൂടിയുള്ള സമയത്താണ് ഈ ദാരുണമായ സംഭവം, ഈ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. ഈ പ്രതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് ശ്രീത്ത്? ഇയാൾ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന് പറയുന്നു. ഈ സ്ഥിരമായി സംഘർഷത്തിലൊക്കെ ഏർപ്പെടുന്ന ആളാണോ ഇയാൾ പ്രതിയാണ് എന്നും ഇയാൾ ഈ ക്രിമിനലാണ് എന്നൊക്കെയുള്ള കാര്യം ശ്യാമിന് അറിയാമായിരുന്നോ? ശ്യാമിന് അറിയാമായിരുന്നോ എന്ന് വ്യക്തമല്ല. പ്രത്യേകിച്ച് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കീഴിൽ, ശ്യാം ഇപ്പോൾ ജോലി ചെയ്യുന്നത് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ കീഴിലാണ്. സ്വാഭാവികമായിട്ട് ഈ പരിധിയിലുള്ള ഏതാണ്ട് നഗരപരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളൊക്കെ തന്നെയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നേരത്തെ ട്രാൻസ്ഫർ ആയ സമയത്തോ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളുണ്ട്. മറ്റ് പല പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുണ്ട്. ഇതെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇയാളൊരു നിരന്തരം ക്രിമിനൽ ാണ് എന്ന് തന്നെയാണ്. എന്തായാലും പെട്ടെന്നൊരു അക്രമമാണ് ശ്യാമിന് നേരിടേണ്ടി വന്നത് എന്നാണ് ദൃക്സാക്ഷികളും പോലീസും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള എന്താ പറയുക, പെട്ടെന്ന് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കഴിഞ്ഞില്ല. വളരെ അക്രമകാരിയായിരുന്നു ഈ ജിബിൻ ജോർജ് എന്നാണ് പറയുന്നത്. എന്തായാലും ജിബിനെ ഉടൻ തന്നെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പോലീസുകാരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇയാളെ ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നും തുടർ നടപടികൾ ഒക്കെ ഉണ്ടാകും. ശ്യാമിന്റെ മൃതദേഹം ഈ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ കടക്കും. എന്തായാലും ഒരു പോലീസുകാരന്റെ ജീവനാണ് അക്രമത്തിൽ, തട്ടുകടയിലെ അക്രമത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. കോട്ടയത്താണ് ഈ സംഭവം, ദാരുണമായ സംഭവം ഉണ്ടായത്. പോലീസുകാരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന സങ്കടകരമായ, ദുഃഖകരമായ വാർത്തയാണ് നൽകാനുള്ളത്. ജി ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും. റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യ എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും നാളെ കളക്ടറേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം. മിഹിറിന്റെ മരണത്തിൽ ജെംസ് മോഡേൺ അക്കാദമി വൈസ് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ബിനു അസീസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മിഹിർ സ്കൂൾ മാറിയത് വൈസ് പ്രിൻസിപ്പാളുമായി പ്രശ്നമുണ്ടായതിനെ തുടർന്നാണെന്ന് കണ്ടെത്തിയിരുന്നു.
ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു റിമാൻഡിൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നെയ്യാറ്റിൻകര കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിലാണ് നടപടി. കുട്ടിയെ കൊന്ന കേസിൽ പ്രതി ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ തമിഴ്നാട്ടിലെ മന്ത്രവാദിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രതിയും അമ്മാവനുമായ ഹരികുമാർ ശുചീന്ദ്രത്ത് പോയിരുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് അന്വേഷണം. ആഭിചാര കൊലപാതകത്തിന്റെ സാധ്യതയും പരിശോധിക്കും. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീതു 2ാം വിവാഹം ചെയ്തെന്ന വിവരത്തിലും അന്വേഷണം. ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസിന്റെ വെളിപ്പെടുത്തലിലാണ് അന്വേഷണം നടക്കുന്നത്. ദേവസ്വം ബോർഡ് ജീവനക്കാരനെയാണ് വിവാഹം ചെയ്തതെന്നും വിവാഹമോചിതയാകാതെയാണ് 2ാം വിവാഹമെന്നും ശ്രീതു പറഞ്ഞെന്ന് ദേവിദാസന്റെ മൊഴി. പോലീസിൽ തുടക്കത്തിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുന്നതായി ബാലരാമപുരത്തെ നാട്ടുകാർ. കൊലപാതകത്തിൽ പ്രതി ഹരികുമാർ മാത്രമായിരിക്കില്ല എന്നും അമ്മ ശ്രീതുവിന്റെ പങ്ക് വ്യക്തമാക്കണമെന്നും ആവശ്യം. കേസിൽ വ്യക്തത വരുത്താതെ ഹരികുമാറിനെ മാത്രം പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസെന്നും ആരോപണം. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം. വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത്. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നെന്ന് രാവിലെ തുടരുകയാണ്. വിവാദങ്ങൾക്കിടെ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗം ഇന്ന് ചേരും. CPM കൗൺസിലർ കലാരാജുവും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും എന്നൊക്കെയുള്ള പരാതിയിൽ ഇപ്പോഴും കലാരാജു ഉറച്ചു നിൽക്കുകയാണെങ്കിലും പാർട്ടി മാറേണ്ടെന്ന നിലപാടിലാണ് അവർ ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് UDFിന്റെ നീക്കം. കൗൺസിൽ യോഗം സംഘർഷഭരിതമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കുന്നത്. ഇന്നലെ ഉണ്ടായൊരു സംഭവമാണ് മലപ്പുറം എളങ്കൂരിലേത്. യുവതി സൗന്ദര്യമില്ല എന്നും ജോലിയില്ല എന്നുമൊക്കെ പറഞ്ഞ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു. തുടർന്ന് മനോവേദനയിൽ ആ പെൺകുട്ടി ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. ഭർതൃവീട്ടിൽ തൂങ്ങി മരിക്കുന്നു. ഈ സംഭവത്തിൽ ഇന്നലെ തന്നെ ഭർത്താവ് പ്രബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തും എന്നുള്ള വിവരം കൂടി ചുമത്തിയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവെന്നും പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഇന്നലെ അമ്മാവനും അച്ഛനുമൊക്കെ പിതാവുമൊക്കെ നമ്മളോട് സംസാരിച്ചതാണ്. ഏറെ ദുഃഖത്തോടുകൂടി അവരുടെ മകൾ അനുഭവിച്ച പ്രശ്നം. വിഷ്ണുജ കടുത്ത പീഡനങ്ങൾ നേരിട്ടതായി സുഹൃത്തുക്കളും, വിഷ്ണുജയ്ക്ക് നിരവധി സുഹൃത്തുക്കളുണ്ട്. ഇന്നലെ അച്ഛനും അമ്മാവനും ഒക്കെ പറഞ്ഞതനുസരിച്ച് സുഹൃത്തുക്കളോട് ഈ പല വിഷയങ്ങളും അവർ പങ്കുവെക്കാറുണ്ടായിരുന്നു, വിഷ്ണുജ പങ്കുവെക്കാറുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ ചിലർ അത് വളരെ കൃത്യമായി പറയുന്നുമുണ്ട്. വലിയ പീഡനമാണ് ഭർതൃവീട്ടിൽ വിഷ്ണുജ നേരിട്ടത് എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളുടെ വാക്കിലേക്ക്. അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അവള് കഴുത്തിനേറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവൾ എന്നോട് ഷെയർ ചെയ്യായിരുന്നു. അതും കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയും, നീ ഇന്ന് തിരിച്ചു പോര്, വീട്ടിലാണെങ്കിലും അവളെ സ്വീകരിക്കും, ഒരിക്കലും അവരുടെ ഫാമിലി അങ്ങനെയുള്ള ആളല്ല. അപ്പം ഞാൻ പറഞ്ഞാൽ നീ നമുക്ക് റെഡിയാക്കാം, ജോലിയല്ലേ, അവൾക്ക് ജോലി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ. കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ്, അവരെ നോക്കാൻ ഇനി വേറെ 3 പെൺമക്കളാണുള്ളത്. അവള് ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തി പോരും എന്നുള്ള രീതിയിലൊക്കെ പറയായിരുന്നു. പിന്നെ വേറൊരിതുണ്ട്, അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു. വാട്സപ്പിലൊന്നും അവളൊരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. പക്ഷെ അവള് നേരത്തെ പറഞ്ഞു വെക്കും ഇങ്ങനെയൊക്കെ ചെയ്യും. അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യാം, അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല. ഇയാളിങ്ങനെ ഫോണ് കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവളെ ഫോണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്യും, മെസ്സേജസ് ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു അയാള്.
വിഷ്ണുജയുടെ സുഹൃത്താണ്. ഇന്നലെ കുടുംബം പറഞ്ഞതുപോലെ സുഹൃത്തുക്കളോട് ഈ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടായിരുന്നു. കുടുംബത്തോട്, പ്രത്യേകിച്ചും പ്രായമായ മാതാപിതാക്കളാണ്. അവർ ഈ തൻ്റെ അവസ്ഥ അറിയണ്ട, സങ്കടപ്പെടേണ്ട എന്നുള്ള തരത്തിൽ തന്നെ ചിന്തിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു വിഷ്ണുജ, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സുഹൃത്തുക്കളോട് ഇക്കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അതിലൊരു സുഹൃത്താണ് ഇപ്പോൾ സംസാരിച്ചത്. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, സങ്കടം തോന്നുന്നു ഈ കുട്ടി പറയുമ്പോൾ. എത്ര വേദനയുണ്ട്, വേദന അവരനുഭവിച്ചിരുന്നു വിഷ്ണുജ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്താണ് ഇപ്പോഴത്തെ പോലീസിൻ്റെ അന്വേഷണ വഴികൾ എങ്ങനെയൊക്കെയാണ്? ഇയാളെ ഭർത്താവ് അറസ്റ്റിലാണ്. കാര്യമായി തെളിവുകൾ ശേഖരിക്കുക, ഇയാൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അതിനുള്ള നീക്കത്തിൽ തന്നെയല്ലേ പോലീസ്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഏറ്റവും സങ്കടകരമായ കാര്യം സുഹൃത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്. എത്രമാത്രം വലിയ മാനസിക പീഡനങ്ങൾക്കും ശാരീരിക പീഡനങ്ങൾക്കുമാണ് ആ കുട്ടി വിധേയമായത് ഈ ഒരു 2 വർഷത്തിനുള്ളിൽ എന്നുള്ളതാണ് സങ്കടം. അതാണെങ്കിൽ പുറത്താരോടും പറയാൻ കഴിയാതെ എല്ലാം ഉള്ളിലൊതുക്കി അങ്ങനെ സ്വയം എരിഞ്ഞ് അവളങ്ങ് ഇല്ലാതെയായി എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒക്കെയാണ് ആ കുട്ടി 25 വയസ്സിനുള്ളിൽ ഇരയായി കഴിഞ്ഞത്. ഇയാളെക്കുറിച്ച്, ഇയാൾ പുറമേക്ക് വളരെ മാന്യനാണ്. ഈ പ്രബിൻ എന്ന ആള്, ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് സ്റ്റാഫ് നഴ്സാണ്. എല്ലാവർക്കും നല്ലത് മാത്രമേ പുറമേക്ക് ഇയാളെ പറ്റി പറയാനുള്ളൂ. പക്ഷെ ഇത്രമാത്രം ഒരു 2 വ്യക്തിത്വം ഇയാൾക്കുണ്ട് എന്നുള്ളത് ഇയാളെ അറിയുന്നവർക്കൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. തൻ്റെ ഇഷ്ടത്തിനൊരുത്ത് നിൽക്കാത്തതിനാൽ, തനിക്ക് ഈ യുവതിയെ കല്യാണം കഴിച്ചതുകൊണ്ട് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്നില്ല, അവർക്ക് ജോലിയില്ല തുടങ്ങിയ വിവിധ കാര്യങ്ങൾ പറഞ്ഞ് ഇയാളെ ഈ മാനസികമായിട്ട് വിഷ്ണുജയെ പീഡിപ്പിച്ചിരുന്നു, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിരുന്നു, പുറമേക്ക് എവിടെയും കൊണ്ടുപോയിരുന്നില്ല, വീട്ടിൽ അടച്ചിട്ട് അത്തരത്തിൽ ഒരാളെ മാനസികമായിട്ട് എങ്ങനെ ഇല്ലാതെയാക്കാന്നുള്ളതിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമായിരുന്നു പ്രവീൺ. ഇതൊന്നും തന്നെ ആ കുട്ടിക്ക് വീട്ടിൽ പറയാൻ കഴിഞ്ഞതില്ല. കാര്യം 3 പെൺകുട്ടികളാണ്. താൻ ഈ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിലെ അവസ്ഥ എന്താകും, വീട്ടിലെ രക്ഷിതാക്കൾ എങ്ങനെ പ്രതികരിക്കും തുടങ്ങിയ വിവിധ ആശങ്കകളായിരുന്നു ആ കുഞ്ഞിനുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഈ കാലങ്ങൾ കൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നതായിരിക്കാം അങ്ങനെ ഒരു മുഴം കയറിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത്. എന്നാണെങ്കിലും അതീവ ദുഃഖകരമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ. പുറമേക്ക് നമ്മൾ കാണുന്ന പോലെ മാന്യന്മാരല്ല പലരും വ്യക്തി ജീവിതത്തിൽ ഇന്ന് ഉറക്കെ പറയുന്ന ചില കാഴ്ചകൾക്കാണ്, അനുഭവങ്ങൾക്കാണ് നമ്മൾ ഈ ഒരു കുട്ടിയുടെ ആത്മഹത്യയെ തുടർന്ന് സാക്ഷ്യം വഹിക്കുന്നത്. എന്നാലും പോലീസ് കർശന നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇയാൾക്കെതിരെ ഇതിനോടകം തന്നെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ ചുമത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇയാളെ റിമാൻഡ് ചെയ്യും. ജാമ്യമില്ലാത്ത വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ ഈ കുട്ടി അനുഭവിച്ച പീഡനങ്ങൾ, അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് ഇയാളെ കൃത്യമായിട്ട് ഈ കേസിൽ പുറത്തു പോകാൻ കഴിയാത്ത രീതിയിൽ പൂട്ടാനുള്ള ശ്രമങ്ങളാണ് പോലീസിന് ഉണ്ടാവുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. ഈ കുട്ടിയുടെ മൊബൈൽ ഫോണുകൾ, കുട്ടി അയച്ച സന്ദേശങ്ങൾ, മറ്റുള്ളവരോട് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ശേഖരിച്ച് ഇയാൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നാണെങ്കിലും ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ഇയാളെ റിമാൻഡ് ചെയ്യുമെന്ന് തന്നെ അറിയാൻ കഴിയുന്നത്. അപ്പോഴും ഇത്രമാത്രം വലിയ പീഡനങ്ങൾ, ഇത്രമാത്രം സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി ആ കുട്ടി ഇത്രയും വർഷം, 1.5 വർഷത്തോളം കഴിയേണ്ടി വന്നു എന്നുള്ളത് മരണശേഷം മാത്രമാണ് രക്ഷിതാക്കൾക്കും മറ്റുള്ളവർക്കും അറിയാൻ കഴിഞ്ഞതെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മരണങ്ങൾ ആവർത്തിക്കുന്നത് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അവരുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അവരുടെ രക്ഷിതാക്കളെയൊക്കെ ആശ്രയിക്കാൻ കൂടിയുള്ള ഒരു സന്ദേശം കൂടി അതാണ്. ഇനിയൊരു ആത്മഹത്യ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ, ഇനിയൊരു ജീവൻ ഇങ്ങനെ പൊലിയാതിരിക്കാൻ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരൊക്കെ അവരുടെ പ്രിയപ്പെട്ടവരെ ആശ്രയിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു വാർത്തയുടെ ഇടയിൽ പറയുന്നു എന്ന് മാത്രം. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കണം. ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത പറയാതെ പറ്റില്ല. ഇത്രയും വലിയ ദുഃഖകരമായ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അനുമോദ്, ഈ കുട്ടി അവളുടെ സങ്കടങ്ങളൊന്നും മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത് പറയാതിരുന്നതിൻ്റെ കാരണം, ഒന്ന്, അവർ പ്രയാസപ്പെടേണ്ടെന്ന് അവർ ചിന്തിച്ചു കാണും. ഈ പ്രശ്നങ്ങൾ തന്നെ കൊണ്ട് പരിഹരിക്കാനാവുമെന്ന് പലതവണ ഈ കുട്ടി അമ്മാവനോടും മറ്റും പറഞ്ഞിരുന്നു. അമ്മാവനോടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ പങ്കുവച്ചിരുന്നു എങ്കിൽ പോലും അമ്മാവനോട് പറഞ്ഞിരുന്നു തന്നെ കൊണ്ട് പരിഹരിക്കാനാകും, ഇതൊക്കെ തീരും. ജോലിക്കുള്ള കഠിന ശ്രമത്തിലാണ്. ജോലി കിട്ടുമ്പോൾ ഭർത്താവിനും തന്നോടുള്ള ഇഷ്ടം തോന്നും, ഈ പീഡനങ്ങളെ കുറയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ ഈ പീഡനത്തിൻ്റെ വ്യാപ്തി വല്ലാതെ കൂടിക്കാണും. ഈ ഭർത്താവ്
ഇതിനൊപ്പം ഈ ഭർത്താവിന്റെ വീട്ടുകാരും സ്വാഭാവികമായും ഇതിൽ പ്രതികളാകുമല്ലോ, അവരും കുറ്റക്കാരാണല്ലോ. അവരെയും പോലീസ് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടോ? ഇതില് പോലീസ് നേരിട്ട് തെളിവ് ശേഖരിച്ചാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഭർത്താവിന്റെ വീട്ടുകാർക്ക് എതിരെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ഇന്നലെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അവർ പറഞ്ഞത് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇത്രമാത്രം വലിയ ഒരു പ്രശ്നത്തിലേക്ക് എത്തുമെന്ന് കരുതിയില്ല. അതായത് ഈ മകന്റെ ജീവിതത്തിൽ ഒരു നിയന്ത്രണവും മകന്റെ കാര്യത്തിൽ ഒരു അറിവും ഈ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ കൈ കഴുകുന്ന ഒരു നിലപാടാണ് രക്ഷിതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. പ്രബിന്റെ രക്ഷിതാക്കൾ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് എടുത്തുചാടി ഈ രക്ഷിതാക്കളെ കൂടി കുടുംബാംഗങ്ങളെ കൂടി പ്രതി ചേർക്കുമ്പോൾ അത് കേസ് ദുർബലമാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവ് ശേഖരിച്ച ശേഷമേ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന വിലയിരുത്തലാണ് ഉദ്യോഗസ്ഥർക്കുള്ളത്. കാരണം കൃത്യമായ ഈ തെളിവുകളും മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള പിന്തുണയ്ക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവർക്കെതിരെ കേസ് എടുക്കുകയോ അവരെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അത് പ്രബിന് എതിരെ ചുമത്തിയ കേസിനെ പോലും ദുർബലമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമേ അത്തരം നടപടിയിലേക്ക് പോലീസ് നീങ്ങൂ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഭർത്താവ് അറസ്റ്റിലാണ്, ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. നമുക്കിനി ഡൽഹി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകണം. ഇന്ന് അവിടെ പ്രചരണത്തിന്റെ അവസാന ദിവസമാണ്. അവസാന ലാപ്പിൽ ആം ആദ്മിക്ക് തിരിച്ചടി. ഒരു മാസത്തിനടുത്ത് നീണ്ട ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന ഡൽഹിയിൽ വാശിയേറിയ പ്രചരണമാണ് നടക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മി വോട്ട് ചോദിച്ചപ്പോൾ അഴിമതി ആരോപണങ്ങളും നേതാക്കൾ ജയിലിൽ പോയതും BJPയും കോൺഗ്രസും ആയുധമാക്കി. യമുനയിലെ വിഷാംശ പരാമർശവും MLAമാരുടെ രാജിയും ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ കോലാഹലം സൃഷ്ടിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ER രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഏറ്റവും ഒടുവിൽ ഇന്നലെ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ. ബജറ്റ് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത്. ബജറ്റ് എങ്ങനെ ഡൽഹി നിവാസികൾക്ക് പ്രയോജനപ്രദമാകുമെന്ന കാര്യം. ഏറ്റവും ഒടുവിൽ BJP ഇറക്കുന്ന തുറുപ്പ് ചീട്ടും അത് തന്നെ ആവുകയല്ലേ? അതേ രഞ്ജിത്ത്, കാരണം വാശിയേറിയ ഒരു പ്രചാരണ കാലത്തിനാണ് ഇപ്പോൾ ഇന്ന് അവസാനമാവുന്നത്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അഴിമതി ആരോപണങ്ങളായിരുന്നു ആം ആദ്മി പാർട്ടിക്കെതിരെ ആയുധമാക്കിയത് BJPയും കോൺഗ്രസും. പ്രത്യേകിച്ച് കഴിഞ്ഞ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത് അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പേരിലാണ്. പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ നാളുകളിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ മദ്യനയ അഴിമതി, ഒപ്പം തന്നെ ശീഷ്മൽ വിവാദം, ഇതൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു BJPയും കോൺഗ്രസും കളം പിടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആം ആദ്മി പാർട്ടി പതിവ് പോലെ തന്നെ ജനങ്ങൾക്ക് സൗജന്യ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അങ്ങനെ ജനക്ഷേമ പ്രഖ്യാപനമൊക്കെ നടത്തിക്കൊണ്ട് കേജ്രിവാൾ പിന്നീട് കളം പിടിക്കുന്നതാണ് കണ്ടത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ആം ആദ്മി പാർട്ടിക്കൊരു മേധാവിത്വം ഉണ്ടായിരുന്നു. പക്ഷേ ബജറ്റ് പ്രഖ്യാപനത്തോടുകൂടി BJP വലിയ പ്രതീക്ഷ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം പരമാവധി സീറ്റുകൾ നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJP ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ച് മധ്യവർഗം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഡൽഹി. അപ്പോൾ അവിടുത്തെ വോട്ടുകൾ അനുകൂലമാകുന്ന പ്രതീക്ഷ അവർക്കുണ്ട്. പ്രത്യേകിച്ച് ആദായ നികുതി ഇളവ്, അതിൽ തന്നെയാണ് BJP പ്രതീക്ഷ വയ്ക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണമെങ്കിൽ BJPയുടെ സ്റ്റാർ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചിട്ടില്ല. 2015 തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായാണ് BJP തെരഞ്ഞെടുപ്പിലേക്ക് പോയതെങ്കിൽ മോദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രചാരണം. ഏതായാലും ബജറ്റിലെ നികുതി ഇളവ് അത് തന്നെയാണ് പ്രധാന പ്രചാരണ വിഷയമാക്കി BJP ഉന്നയിച്ചത്. നരേന്ദ്രമോദി തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് ഡൽഹിയിൽ വസന്തത്തിലേക്ക് ഡൽഹിയുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡൽഹിയിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ ഡൽഹിയിൽ പുതിയ വസന്തം വരും, BJP അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ വിവാദങ്ങളിലൂടെ ഇത്തവണയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കടന്നുപോയി. കാരണം യമുന നദി അടക്കം വലിയ ചർച്ചയാവുകയും ചെയ്തു. കാരണം വിഷാംശ പരാമർശമാണ്. അത് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും കേജ്രിവാൾ തന്നെ നേരിട്ട് ഹാജരാകേണ്ടി വരികയും ചെയ്തു. ഏറ്റവും ഒടുവിൽ MLAമാരെ അടർത്തി മാറ്റിക്കൊണ്ട് 8 MLAമാരെ ഒറ്റയടിക്ക് അടർത്തി മാറ്റിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം BJP നടത്തുകയും ചെയ്തു. അങ്ങനെ വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയത് ഡൽഹിയിലെ പ്രചാരണകാലം. ഇന്നേതായാലും വൈകിട്ട് പ്രചാരണം അവസാനിക്കുകയാണ്. ഇന്ന് നേതാക്കളൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളൊക്കെ തന്നെ സ്വന്തം മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഒപ്പം ഈ ഇന്നലെ നരേന്ദ്രമോദി നടത്തിയ ഡൽഹി പ്രസംഗം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അതിൽ
ഡൽഹിക്കാർക്ക് വേണ്ടിയാണ് ബജറ്റ്, ഡൽഹി നിവാസികൾക്ക് ബജറ്റ് ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞതിനെ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ മാധ്യമങ്ങൾ കാണുമ്പോൾ, പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്ന തരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കരുത് എന്നും പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുള്ളതാണല്ലോ. ആ തരത്തിലുള്ള നീക്കങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ടോ? ഒരു പരാതിയായോ മറ്റോ ഇക്കാര്യം കമ്മീഷന് മുന്നിൽ എത്തിയിട്ടുണ്ടോ? നിലവിൽ പരാതികളുമായി പോയിട്ടില്ല പാർട്ടികൾ. ഒരുപക്ഷെ ഇന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കമ്മീഷന്റെ നിർദ്ദേശം ഏതായാലും ഉണ്ടായിരുന്നു. ഡൽഹിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡൽഹി പരാമർശിച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തരുതെന്ന് വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിനത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഈ ആദായ നികുതി ഇളവൊക്കെ തന്നെ അത് പൊതുവായ കാര്യങ്ങളാണ്. സ്വാഭാവികമായും ഡൽഹിയിൽ അത് പ്രകടമാകുമെങ്കിൽ പോലും ഡൽഹിയുടെ ആയി കൂട്ടാൻ കഴിയില്ല. പക്ഷേ മോദിയുടെ നേരത്തെ പരാമർശത്തിനെതിരെ വലിയ വിമർശനം ഏതായാലും പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയ ബജറ്റുകളിൽ ഒന്ന് എന്ന് പറയുകയും ചെയ്തു. ഡൽഹിക്കാർക്ക് വലിയ തോതിൽ ഗുണം കിട്ടുന്ന ബജറ്റ് എന്നടക്കമുള്ള പരാമർശങ്ങളും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ അവസാന ദിവസം ഒരുപക്ഷെ ആ വിഷയമായിരിക്കും കത്തിക്കയറാൻ സാധ്യത. അല്പസമയത്തിന് തന്നെ ഒരുപക്ഷെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തുടരുക IR രാഗേഷ്, മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനധികൃത കോളനികൾ നിയമവിധേയമാക്കലും പുനരധിവാസവും എല്ലാ കാലത്തും ഡൽഹിയിൽ പ്രചാരണ വിഷയമാണ്. 15 ലക്ഷം വോട്ടർമാരാണ് ഡൽഹിയിലെ ചേരികളിൽ കഴിയുന്നത്. കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഒഴിയാത്ത മദ്രാസി ക്യാമ്പിലുള്ളവർ രാഷ്ട്രീയ പാർട്ടികളോട് പറയുന്നത് മെച്ചപ്പെട്ട സ്ഥലത്ത് പുനരധിവാസം ഒരുക്കുന്നവർക്ക് വോട്ടെന്നാണ്. 400 കുടുംബങ്ങളാണ് മദ്രാസി ക്യാമ്പിൽ ഉള്ളത്. என் பேர் முருகன். இங்கே நான் 40 வருஷமாக இருக்கிறேன். குள்ளமா 55 வருஷமாக இருக்கிறோம். മുരുകനും കുള്ളമ്മയും ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഡൽഹിയിലെത്തിയിട്ട് വർഷം 50 കഴിഞ്ഞു. കുടുംബവുമായി ബാരാപ്പുള്ള ഫ്ലൈ ഓവറിന് സമീപത്തെ ചേരിയിലാണ് താമസം. ആധാറും റേഷനും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും ഒക്കെ ഇവിടെ തന്നെ. സൗത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ജംഗ്പുര മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചേരിയുടെ പേര് മദ്രാസി ക്യാമ്പ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഈ മദ്രാസി ക്യാമ്പിൽ കഴിയുന്നവർ. 400-ലധികം കുടുംബങ്ങളുണ്ട് ഈ ക്യാമ്പിൽ. പലരും 60 വർഷം മുമ്പ് ഇവിടെ എത്തിയവർ. 400-ലധികം കുടുംബങ്ങളിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവർ. അവശേഷിക്കുന്നവർ ബീഹാറിൽ നിന്നും UP-യിൽ നിന്നും. മദ്രാസി ക്യാമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ചിത്രം ആലേഖനം ചെയ്ത അരങ്ങുകൾ കാണാം. ഡിസംബർ 5-ന് പുരക്ഷി തലൈവയുടെ 9ാം ചരമവാർഷികം ആചരിച്ചതാണ്. ഓരോ വീടിന്റെയും ഉമ്മറത്ത് കോലമുണ്ട്. ഡൽഹിയിലാണെങ്കിലും ഇപ്പോഴും തമിഴ് ആചാരം കൈവിടാത്തവർ. ക്യാമ്പിനകത്ത് മാരിയമ്മൻ കോവിലുമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മദ്രാസി ക്യാമ്പ് വാർത്തകളിൽ നിറഞ്ഞത്. ഒരാഴ്ചക്കുള്ളിൽ ഒഴിഞ്ഞു പോകാനായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശം. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും കുടിയൊഴിപ്പിച്ചേക്കാമെന്ന ഭീതി ഇവർക്കുണ്ട്. പുതിയ താമസ സൗകര്യം ക്യാമ്പിലെ ചിലർക്കെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം 50 കിലോമീറ്റർ അകലെ. അവിടേക്ക് മാറിയാൽ ഉപജീവനമാർഗം നഷ്ടപ്പെടുമെന്ന് ഇവർ പറയുന്നു. நாங்கள் ரொம்ப நாளாக அங்கே வீட்டிலே இருக்கோம். பசங்களாம் சின்ன சின்ன பசங்க வச்சுருக்கோம். நாங்களாம் கூலி வேலை பக்கத்துலேயே தான் போய் செய்யணும். ரொம்ப தூரத்தில் கொண்டு போய் விட்றாங்க. நாங்கள் எப்படி 50 கிலோமீட்டருக்கு அண்ணாறு கொண்டு விட்டாக்கா நாங்கள் எப்படி வந்து வேலை செய்ய முடியாது. எங்களால் எதுவும் பண்ண முடியாது. அது கிட்டத்திலே விட்டாக்கா எங்களுக்கு நல்லா இருக்கும். ரொம்ப தூரத்தில் விட்டாங்கனாக்கா ஒன்றும் எங்களால் பண்ண முடியாது. വോട്ടെടുപ്പായതോടെ ഇവരുടെ പുനരധിവാസം വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമായി. ആം ആദ്മി പാർട്ടിയും BJP-യും തമ്മിൽ വാക്പോര് വരെയായി. എന്തായാലും വീട് തരുന്നവർക്ക് വോട്ടെന്ന നിലപാടിലാണിവർ. இங்கே எங்களுக்கு யார் ஓட்டுறாங்களோ அவங்களுக்கு ஓட்டு போடுவோம். யார் எங்களுக்கு உதவி பண்ணுறாங்களோ அவங்களுக்கு நாங்கள் ஓட்டு போடுவோம். யார் தராங்களா அவங்களுக்கு ஓட்டு போடுவோம் நாங்கள். അത് കണ്ടിപ്പാ. പോരാട്ടം കടുക്കുമ്പോൾ ഇവരുടെ വോട്ടുകളും വിധിയിൽ നിർണായകമാകും. KP ധനേഷിനൊപ്പം ന്യൂഡൽഹിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിക്കും. സാധാരണക്കാരെ മറന്ന ബജറ്റാണ് നടത്തിയതെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലും ബീഹാറിലും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ബജറ്റിലുള്ളതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഇന്നലെ BJP-യുടെ ഒക്കെ അവകാശവാദം ജനപ്രിയ ബജറ്റാണ്, മധ്യവർഗത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ബജറ്റാണ്, ടാക്സിന്റെ വിഷയമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ബീഹാറിനെയും ഡൽഹിയെയും മാത്രം പരിഗണിക്കുകയും മറ്റു സംസ്ഥാനങ്ങൾക്ക് കാര്യമായ പരിഗണനയില്ല എന്നുള്ള ആരോപണമാണല്ലോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായിരിക്കും ഇന്ന് സഭകളിൽ
ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നീക്കം? രഞ്ജിത്ത്, ഏതായാലും 3 വിഷയങ്ങളായിരിക്കും ഇന്ന് സഭയിൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ഒന്ന്, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര ബജറ്റിൽ അവഗണന, അത് വലിയ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് തീർത്ഥാടകർ മരിച്ച സംഭവം, അത് ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം JPC റിപ്പോർട്ട്, അതിന്ന് സഭയിൽ സമർപ്പിക്കും. അങ്ങനെ 3 വിഷയങ്ങളിൽ സഭ വലിയ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ അഖിലേഷ് യാദവും ഒപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങളും തന്നെ പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കും തിരക്കും ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. തുടർന്ന് സ്പീക്കർ ഇടപെടുകയും ഇത് ഇത്തരം കീഴ്വഴക്കം ഇല്ലാത്തതാണ്, പ്രത്യേകിച്ച് ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ സംഭവിക്കാത്തതാണ് എന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തു. ഏതായാലും ഇന്ന് സ്വാഭാവികമായി ആ വിഷയം തന്നെ ഉന്നയിക്കാനാണ് തീരുമാനം പ്രതിപക്ഷത്തിന്റെ. ഒപ്പം ബജറ്റ് അവഗണന, പ്രത്യേകിച്ച് ബീഹാറിനുള്ള ബജറ്റ് എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ നടത്തിയിരുന്നു. കേരളത്തിലുള്ള MP-മാരടക്കം തന്നെ ഈ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ബജറ്റ് അവഗണന ഒരു പ്രധാന വിഷയമായി ഇന്ന് ചർച്ചയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളവർ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലുള്ള MP-മാരാകട്ടെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേക പാക്കേജ് അടക്കം കേരളം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും കേരളം എന്ന വാക്ക് പോലും പരാമർശിച്ചില്ല എന്നാണ് MP-മാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ആ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രത്യേക പാക്കേജ് അനുവദിച്ചില്ല, മുണ്ടക്ക അടക്കമുള്ള വിഷയങ്ങളും പരാമർശിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാക്കി കൊണ്ടുവരാൻ തന്നെയാണ് കേരളത്തിലുള്ള MP-മാരുടെയും തീരുമാനം. ഇത് കൂടാതെ വരുന്ന പ്രധാനപ്പെട്ട വിഷയം ഒന്ന് വഖഫിലെ JPC റിപ്പോർട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ JPC അധ്യക്ഷനായ ജഗദാംബിക പാൽ സ്പീക്കർക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഇന്ന് ഏതായാലും ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ജഗദാംബിക പാലായിരിക്കും റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഏതായാലും ചില ഭേദഗതികളൊക്കെ തന്നെ 44 ഭേദഗതികളാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ ഭേദഗതികളും പിന്നീട് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി തള്ളുകയായിരുന്നു. സർക്കാർ കൊണ്ടുവന്ന ഭരണപക്ഷം കൊണ്ടുവന്ന 14 ഭേദഗതികളാണ് അംഗീകരിക്കപ്പെട്ടുള്ളത്. മാത്രമല്ല ചില ഡിസന്റ് നോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ, അതുപോലും നീക്കം ചെയ്തിരിക്കുന്നു എന്ന ആരോപണം JPCയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ JPC വഖഫ് ബില്ല് ഇന്ന് പാർലമെന്റിൽ വെക്കുമ്പോൾ അതിലും വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് നന്ദി പ്രമേയ ചർച്ചയ്ക്ക്, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 2 ദിവസമാണ് ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ഉന്നയിക്കാനുണ്ട് താനും. വഖഫ് JPC റിപ്പോർട്ട് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുക. പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം പല വിഷയങ്ങളും ഉയർത്താനുള്ള പശ്ചാത്തലവുമുണ്ട്. ഇന്നലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിവാദ പ്രസ്താവന ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഈ ഗോത്രവർഗ മന്ത്രി അത് നിയമിക്കേണ്ടത് ഉന്നത കുലജാതരെ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ വിവേചനം ഒഴിവാകും എന്നുള്ളതാണ്. ഇതിൽ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പരാമർശം യാദർശികമല്ലെന്ന് CPI പ്രതികരിച്ചു. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്താനാണ് തീരുമാനം വന്നിരിക്കുന്നത്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, പിന്നീട് കേന്ദ്രമന്ത്രി ഈ പ്രസ്താവന ഒന്ന് തിരുത്തിയെങ്കിൽ പോലും അതൊട്ടും പ്രതിപക്ഷത്തിന് തൃപ്തിയാകുന്ന മട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചത് വളരെ കൃത്യം തന്നെയാണ്. അതിന് മറ്റെന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ നൽകിയാൽ പോലും ഈ ഗോത്രവർഗ സംഘടനകളെയും ഇന്നലെ CK ജാനുവിൻ്റെ ഒക്കെ പരാമർശം നമ്മൾ കേട്ടതാണ്. ഇതിൽ എന്ത് തരത്തിലാണ് ഇനിയുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം? സുരേഷ് ഗോപി മാത്രമല്ല, മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനും പുലിവാല് പിടിച്ച പശ്ചാത്തലമുണ്ടല്ലോ. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ പരാമർശം വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് പൊതുവിലുണ്ടാക്കുന്നത്. അത് പ്രതിപക്ഷവും സംസ്ഥാന ഭരണപക്ഷവും അത് വലിയ വിഷയമായി ഏറ്റെടുത്തിട്ടുണ്ട്. CPI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. ഈ സുരേഷ് ഗോപിയുടെ കാരണവശാലും അംഗീകരിക്കാനാണ് നിലപാട് എന്നതാണ് CPIയുടെ നിലപാട്. ഇന്ന് തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയത്തിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതൊരു വലിയൊരു വിഷയമായി സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. സാധാരണഗതിയിൽ അത്ര വളരെ സൂക്ഷ്മതയുടെ വാക്കുകൾ ഉപയോഗിക്കുന്ന ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇപ്പോൾ ചെറിയൊരു വിവാദത്തിലായിരിക്കുകയാണ്. ജോർജ് കുര്യനും കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാട് സംസ്ഥാന വിരുദ്ധമാണ്. സംസ്ഥാന പിന്നാക്കാവസ്ഥയിലായെങ്കിൽ മാത്രമേ ആനുകൂല്യം കിട്ടൂ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ അപമാനിക്കുക എന്നൊരു നിലപാടാണുള്ളത്. സുരേഷ് ഗോപി തന്റെ നേരത്തെ പറഞ്ഞ പരാമർശം തിരുത്തിയെങ്കിലും അതിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് സുരേഷ് ഗോപിയുടെ ക്ഷമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നതിന്റെ ഭാഗമായാണ് CPIയുടെ പ്രതിഷേധം.
ഇന്നലെയാണ് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞതുപോലെ വിവാദ പ്രസ്താവന നടത്തിയതും അത് പിന്നീട് അദ്ദേഹം തിരുത്തി പറയാൻ ശ്രമിച്ചു എങ്കിൽ പോലും അത് അത്തരത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസ്താവന തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ഇതിൽ പ്രതിപക്ഷവും ഇതിന് വലിയ ആയുധമാക്കി എടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരാനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയെ തള്ളി കണ്ണൂർ CPM. തെരഞ്ഞെടുപ്പ് കാലത്ത് ദിവ്യ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നായിരുന്നു വിമർശനം. അവനവൻ ചെയ്തതിന്റെ ഫലം അവനവൻ അനുഭവിക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. പാർട്ടി അംഗത്തിന് നിരക്കാത്ത പെരുമാറ്റം ദിവ്യയിൽ നിന്നുണ്ടായി. നേതാക്കൾ പക്വതയോടെ ഇടപെടണമെന്നും മുഖ്യമന്ത്രി CPM കണ്ണൂർ ജില്ലാ സമ്മേളന ചർച്ചയുടെ മറുപടിയിൽ പറഞ്ഞു. ഇടുക്കി CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തൊടുപുഴയിൽ തുടക്കം. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ സമ്മേളനം തൊടുപുഴയിലെത്തുന്നത്. ലിസ് ഗ്രൗണ്ടും ഗാന്ധി സ്ക്വയർ ഗ്രൗണ്ടുമാണ് സമ്മേളനത്തിന്റെ വേദി. സമ്മേളനത്തിന്റെ വിളംബരമായി വിവിധ ജാഥകൾ ഇന്നും പുറപ്പെടും. നാളെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം 6-ാം തീയതി വൈകിട്ട് ഗാന്ധി സ്ക്വയറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മറ്റു വാർത്ത, NDAയുമായി സഹകരിക്കാൻ ഒരുങ്ങി NCP അജിത് പവാർ വിഭാഗത്തിന്റെ കേരള ഘടകം. ദേശീയതലത്തിൽ BJPക്കൊപ്പം നിൽക്കുന്ന നിലപാടിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ചുവടുമാറ്റം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കെ PC ചാക്കോയും തോമസ് കെ തോമസും ഉൾപ്പെടെയുള്ളവർ UDFുമായി രഹസ്യ ചർച്ച നടത്തിയതായും സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വെള്ളയമ്പലം ബിജു നാരായണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് NDA മുന്നണിയുടെ ഭാഗമാകാനുള്ള NCP അജിത് പവാർ വിഭാഗത്തിന്റെ നീക്കം. അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AK ശശീന്ദ്രൻ വിഭാഗത്തിന് വെള്ളയമ്പലത്തെ ഓഫീസ് പോലും അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അജിത് പവാർ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് വെള്ളയമ്പലം ബിജു നാരായണൻ. കഴിഞ്ഞ വർഷം NCPക്ക് ഒരു വിഭാഗം സംഭവിച്ചു. അപ്പോൾ NCP എന്നും NCP SP എന്നും രണ്ട് ഭാഗമായി തിരിഞ്ഞു. അതായത് ശരത് പവാർ വിഭാഗവും നമ്മുടെ ദേശീയ പ്രസിഡന്റായ അജിത് പവാർ വിഭാഗവും. അപ്പോൾ അജിത് പവാർ വിഭാഗം NDAയുടെ ഭാഗമായിട്ട് ഇന്ന് കേന്ദ്രത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും NDAയുടെ ഭാഗമായിട്ട് മാത്രമേ NCPക്ക് ഇന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. PC ചാക്കോയും തോമസ് കെ തോമസും ഉൾപ്പെടെയുള്ളവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF നേതൃത്വവുമായി സീറ്റ് ചർച്ചകൾ വരെ നടത്തിയെന്നും വെളിപ്പെടുത്തൽ. AK ശശീന്ദ്രൻ അദ്ദേഹം LDFിൻ്റെ ഭാഗമായിട്ട് നിൽക്കും. അതുപോലെ 3-4 നേതാക്കന്മാരും കൂടെ ഉണ്ടാവുമെന്നാണ്. ബാക്കിയുള്ള നേതാക്കന്മാർ UDFിൽ ചർച്ച നടത്തി എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എൻ്റെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് PC ചാക്കോയും മറ്റുമൊക്കെ അവർ സീറ്റ് ധാരണയായെന്നാണ് അവരുടെ നേതാക്കൾ എന്നോട് സംസാരിച്ചത്. മന്ത്രി AK ശശീന്ദ്രന്റെ പ്രവർത്തനം സ്വതന്ത്രനെ പോലെയാണ്. ശരത് പവാർ വിഭാഗം സംസ്ഥാനത്ത് ഇല്ലാതായെന്നും ബിജു നാരായണൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും. റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യ എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും നാളെ കളക്ടറേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം. മിഹിറിന്റെ മരണത്തിൽ ജെംസ് മോഡേൺ അക്കാദമി വൈസ് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ബിനു അസീസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മിഹിർ സ്കൂൾ മാറിയത് വൈസ് പ്രിൻസിപ്പാളുമായി പ്രശ്നമുണ്ടായതിനെ തുടർന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു റിമാൻഡിൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നെയ്യാറ്റിൻകര കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിലാണ് നടപടി. കുട്ടിയെ കൊന്ന കേസിൽ പ്രതി ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ തമിഴ്നാട്ടിലെ മന്ത്രവാദിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രതിയും അമ്മാവനുമായ ഹരികുമാർ ശുചീന്ദ്രത്ത് പോയിരുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് അന്വേഷണം. ആഭിചാര കൊലപാതകത്തിന്റെ സാധ്യതയും പരിശോധിക്കും. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീതു 2ാം വിവാഹം ചെയ്തെന്ന വിവരത്തിലും അന്വേഷണം. ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസിന്റെ വെളിപ്പെടുത്തലിലാണ് അന്വേഷണം നടക്കുന്നത്. ദേവസ്വം ബോർഡ് ജീവനക്കാരനെയാണ് വിവാഹം ചെയ്തതെന്നും വിവാഹമോചിതയാകാതെയാണ് 2ാം വിവാഹമെന്നും ശ്രീതു പറഞ്ഞെന്ന് ദേവിദാസന്റെ മൊഴി. പോലീസിൽ തുടക്കത്തിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുന്നതായി ബാലരാമപുരത്തെ നാട്ടുകാർ.
കൊലപാതകത്തിൽ പ്രതി ഹരികുമാർ മാത്രമായിരിക്കില്ല എന്നും അമ്മ ശ്രീധുവിന്റെ പങ്ക് വ്യക്തമാക്കണമെന്നും ആവശ്യം. കേസിൽ വ്യക്തത വരുത്താതെ ഹരികുമാറിനെ മാത്രം പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്നും ആരോപണം. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം. വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത്. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നെന്ന് കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് പ്രബിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഭർത്താവ് വാഹിദിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് ഷഹാനയുടെ കുടുംബം. നിറത്തിന്റെ പേരിൽ ഷഹാന വലിയ തോതിൽ അപമാനിക്കപ്പെട്ടിരുന്നു. മറ്റൊരാൾക്ക് ഇനി ഇതേപോലെ ഉണ്ടാകരുതെന്നും ഷഹാനയുടെ കുടുംബം ന്യൂസ് 18നോട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് ചൊവ്വാഴ്ച. പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആവശ്യപ്പെടുന്നത് 2 ദിവസത്തെ കസ്റ്റഡി. തെളിവെടുപ്പിന് വൻ സുരക്ഷാ സന്നാഹം, സുരക്ഷയ്ക്കായി ഡ്രോൺ നിരീക്ഷണവും. ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചോറ്റാനിക്കരയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ഇയാളെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട സുഹൃത്തിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ആലപ്പുഴയിൽ മകൻ കൊലപ്പെടുത്തിയ വൃദ്ധ മാതാപിതാക്കളുടെ മൃതദേഹം സംസ്കരിച്ചു. വീടിന് സമീപത്തായി ഒറ്റച്ചിതയൊരുക്കിയാണ് 2 പേരെയും സംസ്കരിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും മകൻ കൊലപ്പെടുത്തിയത്. എം മുകേഷ് MLA-ക്കെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന് കുറ്റപത്രം. പരാതിക്കാരിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകൾ. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും SIT. എം മുകേഷ് MLA-ക്കെതിരായ കുറ്റപത്രത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി. മുകേഷിന്റെ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെയെന്നും മുകേഷ് MLA സ്ഥാനത്ത് തുടരുമെന്നും MV ഗോവിന്ദൻ. എം മുകേഷിനെതിരായ കുറ്റപത്രത്തിൽ പ്രതികരിച്ച് EP ജയരാജനും പാർട്ടിയും സർക്കാരും ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്ന് ജയരാജൻ. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം PP ദിവ്യയുടെ പരാമർശം. ഗസയിലെ വെടിനിർത്തലിന്റെ 2ാം ഘട്ടം ഇന്ന് മുതൽ തുടങ്ങും. ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ എത്തി. ട്രംപുമായി ഉള്ള കൂടിക്കാഴ്ച നാളെയാണ്. 2ാം തവണത്തെ സ്ഥാനാരോഹണത്തിനു ശേഷം പ്രസിഡന്റ് ട്രംപ് ഒരു വിദേശ രാഷ്ട്രത്തലവനുമായി നടത്തുന്ന ആദ്യത്തെ സുപ്രധാന കൂടിക്കാഴ്ചയാണിത്. അമേരിക്കയിലേക്ക് വിമാനം കയറുന്നതിന് മുൻപ് ബെന്യാമിൻ നെതന്യാഹു ഒരു കാര്യം വ്യക്തമാക്കി. ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിന്റെ ശക്തിയുടെ തെളിവാണിത്. ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തമായ സൗഹൃദം കൂടി അടിവരയിടുന്നതാണ് സന്ദർശനം. ഗസയിലെ യുദ്ധത്തെ തുടർന്ന് മുൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ബന്ധം വഷളായിരുന്നു. വാഷിംഗ്ടണുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രധാന ദൗത്യം. പ്രസിഡന്റ് ട്രംപുമായി അടുത്ത് പ്രവർത്തിക്കുന്നതിലൂടെ മധ്യേഷ്യയുടെ മാറ്റവും പുനർനിർമ്മാണവും സാധ്യമാകുമെന്ന് നെതന്യാഹു പറയുന്നു. ഗസ വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാ അർത്ഥത്തിലും നിർണായകമാണ്. ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു US പ്രസിഡന്റ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനെ കാണും. തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ദികളെക്കുറിച്ചുള്ള വിഷയവും ചർച്ചകളിൽ ഇടം പിടിക്കും. ഈ ആഴ്ച ഖത്തർ പ്രധാനമന്ത്രിയുമായും ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായും വിറ്റ്കോഫ് സംസാരിക്കും. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നെതന്യാഹു സമാധാന ചർച്ചകൾക്ക് ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അമേരിക്കയുടെ അധിക ഇറക്കുമതി തീരുവ നയത്തിനെതിരെ പ്രതിഷേധവുമായി മറ്റു രാജ്യങ്ങൾ. തിരിച്ചും സമാനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മെക്സിക്കോയും കാനഡയും വ്യക്തമാക്കി. പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ചൈന. അതേസമയം അധിക തീരുവയെ ന്യായീകരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. നാളെ അർദ്ധരാത്രി മുതൽക്കാണ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കും മേൽ അമേരിക്ക ചുമത്തിയ അധിക തീരുവ നയം പ്രാബല്യത്തിൽ വരുന്നത്. ചില വേദനകൾ ഉണ്ടാക്കിയേക്കാം, പക്ഷേ നടപടി ഗുണം ചെയ്യും എന്ന് പറഞ്ഞാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവകൾ ചുമത്തിയ നടപടിയെ ന്യായീകരിക്കുന്നത്. മെക്സിക്കോയിലെയും കാനഡയിലെയും ഉൽപ്പന്നങ്ങൾക്ക് 25%, ചൈനയിലേതിന് 10% ഇറക്കുമതി തീരുവയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും തിരിച്ചും നികുതി ചുമത്തുമെന്നും കാനഡയും മെക്സിക്കോയും അറിയിച്ചു.
അനുബന്ധ പ്രതിരോധ നടപടികൾ എന്ന മുന്നറിയിപ്പ് നൽകിയ ചൈന ലോക വ്യാപാര സംഘടനയിൽ കേസ് ഫയൽ ചെയ്യാനാണ് പദ്ധതിയിടുന്നത്. ഫ്രാൻസിലെ വ്യവസായ മന്ത്രി മാർക്ക് ഫെറാച്ചിയാണ് അമേരിക്കൻ നടപടിക്കെതിരെ എല്ലാവരും പ്രതികരിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്. കാനഡയിൽ തന്നെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സമയമാണിതെന്ന് പൗരന്മാരോട് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. ലേബലുകൾ പരിശോധിക്കുക, കഴിയുന്നിടത്തെല്ലാം കാനഡയുടെ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക, ട്രൂഡോ എക്സിൽ കുറിച്ചു. താരിഫ് നയത്തിൽ ഖേദിക്കുന്നു എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കിയ യൂറോപ്യൻ യൂണിയൻ നയം ചിലവ് വർദ്ധിപ്പിക്കുമെന്നും അനാവശ്യ സാമ്പത്തിക തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നും ആരോപിച്ചു. യൂറോപ്യൻ യൂണിയനെ നിലവിൽ നയം നേരിട്ട് ബാധിക്കില്ല, എങ്കിലും പിന്നീട് തങ്ങൾക്ക് നേരെയും അധിക താരിഫ് വരും എന്ന ആശങ്ക അവർക്കുണ്ട്. അതേസമയം താരിഫ് നയം അമേരിക്കയിൽ പണപ്പെരുപ്പവും വിലക്കയറ്റവും രൂക്ഷമാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്നത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് പോകാം. ഇന്ന് ഇത് സംഭവിക്കും. വഖഫ് JPC റിപ്പോർട്ട് ഇന്ന് ലോക്സഭയിൽ സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. പാർലമെന്ററി സംയുക്ത സമിതിയുടെ രേഖകളും മേശപ്പുറത്ത് വെക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വാശിയേറിയ പ്രചരണവുമായി മുന്നണികൾ. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. സുരേഷ് ഗോപിയുടെ ഗോത്രവർഗ മന്ത്രി പരാമർശത്തിൽ പ്രതിഷേധം കടുക്കും. പരാമർശം യാദർച്ഛികമല്ലെന്ന് CPI. ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് നീക്കം. ബാലരാമപുരം കൊലപാതകത്തിൽ പ്രതിയായ ഹരികുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അമ്മ ശ്രീധുവിനെതിരായ ആരോപണങ്ങളും പോലീസ് പരിശോധിക്കും. ആൺ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചോറ്റാനിക്കരയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. അനൂപിന്റെ ലഹരി ഇടപാടടക്കം പരിശോധിക്കും. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ ചെന്താമരയ്ക്കായി 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് അപേക്ഷ സമർപ്പിക്കും. നാളെ ശക്തമായ സുരക്ഷാ വലയത്തിൽ തെളിവെടുപ്പ് നടത്തും. ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സുരക്ഷയും പ്രദേശത്ത് ഉണ്ടാവും. കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ കുടുംബാംഗങ്ങൾ ഇന്ന് കളക്ടറേറ്റിൽ ഹാജരായി വിശദാംശങ്ങൾ നൽകും. സ്കൂൾ അധികൃതരോടും ഇന്ന് കളക്ടറേറ്റിൽ എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും. റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യ എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തും. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. വിഷ്ണുജ നേരിട്ടത് കടുത്ത പീഡനമെന്ന സുഹൃത്തിന്റെ മൊഴിയും പുറത്തുവന്നിരുന്നു. ധനുവച്ചപുരത്ത് റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ് ശ്രമം. ഇന്ന് സെലീനാമയുടെ കല്ലറ തുറന്നു പരിശോധിക്കും. കുടുംബാംഗങ്ങളാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTCയിൽ ഇന്ന് പണിമുടക്കാണ്. പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ TDF ആണ് പണിമുടക്കുന്നത്. നമുക്കറിയാം, അത് പ്രതിപക്ഷ സംഘടനകളുടെ യൂണിയൻ കൂടിയാണ്. അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് നാളെയാണ് അവസാനിക്കുക. ശമ്പളവും പെൻഷനും എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ഇടുക്കി CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. തൊടുപുഴയിലാണ് സമ്മേളനം നടക്കുക. 17 വർഷങ്ങൾക്ക് ശേഷമാണ് തൊടുപുഴ CPMന്റെ ഒരു ജില്ലാ സമ്മേളനത്തിന് വേദിയാകുന്നത് എന്നുള്ളതാണ്. നാളെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. സ്മാർട്ട് അംഗനവാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. 30 സ്മാർട്ട് അംഗനവാടികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്.
സംസ്ഥാനത്ത് ഇന്ന് പലയിടങ്ങളിലും ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഗാസ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാനും വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടാനും രണ്ടാം ഘട്ട ചർച്ചയിൽ തീരുമാനം കൈക്കൊള്ളും എന്നാണ് സൂചന. വാഷിംഗ്ടണിൽ വെച്ച് ബെഞ്ചമിൻ നെതന്യാഹു നാളെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഇനി പ്രേക്ഷകർക്കായുള്ള ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ദിവസങ്ങൾ, പ്രത്യേക ദിവസങ്ങൾ ന്യൂസ് 8 സ്ക്രീനിലൂടെ കാണാം. ആദ്യം നമുക്ക് തൃശൂർ കുമർനെല്ലൂർ സ്വദേശികളായ അജി ഗ്രീഷ്മ ദമ്പതികളുടെ മകൻ മിലാന്റെ ആദ്യ ജന്മദിനമായിരുന്നു ഇന്നലെ. മിലാന് ഇന്നലെ 1 വയസ്സ് തികഞ്ഞു. മിലാന് എല്ലാ ആശംസകളും. കൊച്ചുമിടുക്കനാണ്. കൊല്ലം കടക്കൽ സ്വദേശിയായ നിതിന്റെയും അശ്വിനിയുടെയും വിവാഹമായിരുന്നു ഇന്നലെ. നിതിനും അശ്വതിക്കും എല്ലാ ആശംസകളും നേരുന്നു. തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിയായ ശരണ്യ ജയസിന്റെ ജന്മദിനമാണ് ഇന്ന്. ഭർത്താവ് പ്രബിലാലാണ് ആശംസകൾ അറിയിക്കുന്നത്. പ്രബിലാലിന്റെ ആശംസ ന്യൂസ് 8 അറിയിക്കുന്നു. ഒപ്പം ന്യൂസ് 8 പിറന്നാൾ ആശംസകളും ശരണ്യയ്ക്ക്. ന്യൂസ് 8 പ്രിയപ്പെട്ട അവതാരക ആര്യ ആർ ദേവന്റെ ജന്മദിനമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് അടൂരിൽ നിന്ന് നാടിന്റെ പുരസ്കാരം നേടിയ സന്തോഷത്തിൽ കൂടിയാണ് ആര്യയ്ക്ക് എല്ലാ ആശംസകളും നേരും. മുപ്പത്തിയെട്ടാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രകാശനും ഷാൻഡിക്കും എല്ലാവിധ ആശംസകളും. പ്രകാശനും ഷാൻഡിക്കും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. മനോഹരമായ കാലം തുടരട്ടെ. അങ്ങനെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 8 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് 9349757748. വാട്സപ്പ് ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, പേര്, ഫോൺ നമ്പർ, പിറന്നാൾ, വിവാഹ വാർഷികം എന്തുമാകട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ജാഗ്രത. കോട്ടയം ഏറ്റുമാനൂരിൽ സംഘർഷത്തിനിടെ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് പിടികൂടി. തെള്ളകത്ത് തട്ടുകടയിലെ സംഘർഷത്തിനിടെയാണ് സംഭവം. വിവരങ്ങൾ ശ്രീത്ത് നൽകും. ശ്രീത്ത്, ഇയാൾക്ക് പ്രകോപനമായത് എന്താണ്? ശ്യാമിനെ കുത്താനുള്ള കാരണം അതെന്തായിരുന്നു? പരസ്പരം എന്തെങ്കിലും തരത്തിലുള്ള വാക്കേറ്റമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ പോലീസുകാരനുമായുള്ള പ്രശ്നമല്ല. ഈ കടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു. ജിബിൻ ജോർജ് കടയിലുണ്ടായിരുന്നവരുമായൊരു തർക്കമുണ്ടായിരുന്നു. ഈ സമയം കടയിലേക്ക്, അതായത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ജോലി കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി ഈ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതായിരുന്നു ശ്യാം പ്രസാദ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവിടേക്ക് എത്തിയതോടുകൂടി മറ്റുള്ളവർക്ക് ഇയാൾ പോലീസുകാരനാണെന്ന് അറിയാമായിരുന്നു. പോലീസ് എത്തിയിട്ടുണ്ട്, ഇനി നിന്നെ പിടിക്കും എന്നവർ പറഞ്ഞതോടെ പെട്ടെന്ന് ജിബിൻ ജോർജ് ഈ ശ്യാമിനെതിരെ തിരിയുകയായിരുന്നു. അങ്ങനെ ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു. ശ്യാമിനെ ചവിട്ടി നിലത്തിട്ട ശേഷം നെഞ്ചിന് പലതവണ ചവിട്ടി എന്നാണ് പറയുന്നത്. ഇതാണ് വലിയ ഗുരുതരമായൊരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് കടക്കുകയും പിന്നീട് ഉടൻ തന്നെ മരണത്തിലേക്ക് പോവുകയും ചെയ്തത്. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ പെട്രോളിംഗ് വാഹനം അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും പെട്ടെന്ന് ഇടപെട്ടപ്പോൾ ഈ ജിബിൻ ജോർജ് കടയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു.
ഓടിച്ചിട്ട് ജിബിനെ പിടികൂടുകയായിരുന്നു. പിടിച്ച് ഈ പോലീസ് വാഹനത്തിലേക്ക് എത്തുമ്പോഴേക്കും ശ്യാം കുഴഞ്ഞു വീണിരുന്നു. ഉടൻ തന്നെ, അതായത് ഒരു ആശുപത്രി, കാരിത്താസ് ആശുപത്രിയുടെ മുന്നിലാണ്, അതിൻ്റെ ഗേറ്റിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കയറ്റി, പക്ഷേ ശ്യാമിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വളരെ ദാരുണമായൊരു സംഭവമാണ്. ഒരു അക്രമത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. മാഞ്ഞൂർ സ്വദേശിയാണ് ഈ ശ്യാം. ഭാര്യയും 3 കുട്ടികളും ഉണ്ട്. രാത്രി തന്നെ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. എന്തായാലും ഉടൻ തന്നെ പോലീസിനെ പ്രതിയെ പിടികൂടാനായി എന്നുള്ളത് ഒരു ആശ്വാസമാണ്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനുകളിലടക്കം പല കേസുകളും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു നിരന്തരം ക്രിമിനലാണ് എന്നുള്ളതാണ്. എന്തായാലും ഇയാളെ ഇപ്പോൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അവിടെ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തും. തുടർന്നായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ഈ ശ്യാമിൻ്റെ മൃതദേഹം ഈ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ തന്നെയാണുള്ളത്. അല്പസമയത്തിന് ശേഷം അത് പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രഞ്ജിത്ത്. ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ചോറ്റാനിക്കരയിൽ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. അനൂപിന്റെ സുഹൃത്തുക്കൾ, കൊല്ലപ്പെട്ട അതിജീവിതയുടെ പരിചയക്കാർ എന്നിവരുടെ മൊഴിയെടുക്കും. അനൂപിന്റെ ലഹരി ഇടപാടുകളെക്കുറിച്ചും ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം അനൂപിനെതിരെ കൊലപാതകമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്താൻ പോലീസ് നിയമോപദേശവും തേടി. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, പോലീസിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൊലപാതകത്തിൽ ഇയാളുടെ കാര്യങ്ങൾ, ഇയാളുടെ പങ്കാളിത്തം സംബന്ധിച്ച് മറ്റെന്തൊക്കെയാണ് ഇനിയുള്ള നടപടികൾ? രഞ്ജിത്ത്, ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷമാണ് ഈ പിന്നീടുള്ള കേസിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പോലീസിന് മുന്നിലുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ഇയാൾക്ക് ഈ കൊലക്കുറ്റം നേരിട്ട് ചുമത്താൻ കഴിയുമോ എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ്. അതിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. നിലവിൽ ഈ മനഃപൂർവ്വമായ നരഹത്യ എന്ന രീതിയിലേക്കുള്ള ഒരു ചാർജാണ് ഇയാൾക്ക് വേണ്ടി ഇയാൾക്ക് ചുമത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊലക്കുറ്റം ചുമത്താൻ കഴിയില്ല, നേരിട്ട് ചുമത്താൻ കഴിയില്ല എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിയമോപദേശം തേടുന്നത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി തൂങ്ങി മരിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഇയാൾ അത് ആ ഷാൾ മുറിച്ച് ഇടുകയായിരുന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി. നിലവിൽ വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു പിൻബലം, ആ ഒരു സാധുത മൊഴിക്ക് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ, കൊലക്കുറ്റം തന്നെ ചുമത്തണമെങ്കിൽ അത് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ കൂടി കാര്യങ്ങൾ വരേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് നിലവിൽ നിയമോപദേശത്തിന് ശ്രമിക്കുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഈ നരഹത്യ എന്ന രീതിയിലേക്ക് തന്നെ ചുമത്തി മുന്നോട്ട് പോകാനാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും. ഇയാളുടെ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ അപായപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടാണ് ആ രീതിയിൽ പോലീസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇയാൾക്കെതിരെ 3 കേസുകൾ നിലവിലുണ്ട്. ഇയാൾക്ക് ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. നേരത്തെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീരുമേട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇയാളുടെ സുഹൃത്തുക്കളും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, ഇവരിൽ നിന്നുകൂടി മൊഴിയെടുത്തുകൊണ്ടാണ് ഇനിയുള്ള ഒരു കേസിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകും. 5 ദിവസത്തെ ഒരു കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് സമർപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് അടക്കം പോലീസ് കടക്കുകയും ചെയ്യുന്നത്. നിലവിൽ ശേഖരിച്ചിരിക്കുന്ന തെളിവുകളെല്ലാം തന്നെ അതിനും അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കൂടി കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി പോലീസ് ശേഖരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി മരണപ്പെട്ടതിനു ശേഷം ഈ കേസിൻ്റെ സ്വഭാവം മുഴുവനായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ തെളിവുകളിലേക്ക് നീങ്ങുക എന്നതാണ് പോലീസിന് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. അതുകൊണ്ട് ആനുപാതികമായ മറ്റ് തെളിവുകൾ കൂടി പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഇതിനു മുൻപ് വന്നിരിക്കുന്ന കാര്യങ്ങളടക്കം, ഒപ്പം പരിസരവാസികൾ നൽകിയ പരാതി അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരുമായി മറ്റേതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ഒരുപക്ഷെ കോടതി അടുത്ത ദിവസമായിരിക്കാം ഇത് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രഞ്ജിത്ത്. ശരി. ധനുവച്ചപുരത്ത് റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. നാളെ സെലീനാമയുടെ കല്ലറ തുറന്നു പരിശോധിക്കും. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായി മൃതദേഹം കുളിപ്പിച്ചപ്പോൾ
സലീലാമ്മയുടെ ദേഹത്ത് മുറിവും ചതവും കണ്ടെത്തിയിരുന്നു. മരിച്ചു കിടക്കുന്നത് അപ്പോഴാണ് ഇവർക്ക് അസുഖം വന്നിട്ട് ഇവർ കൂടെ പോകാനൊരു ഇവരെ പോലത്തെ ഒരു പ്രായമുള്ളൊരു സ്ത്രീ വരും. സ്വർണ്ണമാല പോയിട്ട് വേറെ ഗോൾഡ് മാല ഇട്ട് കൊടുത്തു. പിന്നെ രണ്ട് വാള അല്ലെങ്കിൽ ഒരു വാള അവർ കൊണ്ടുപോയി, ഒരു വാള ഉണ്ട് കയ്യിൽ. അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ഈ ദുരൂഹത ഉന്നയിച്ചിരിക്കുന്നത് ബന്ധുക്കളാണ്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. എന്താണ് ഈ മരണത്തിൽ ഒരു സംശയം ഇപ്പോൾ ഉണ്ടാവാൻ കാരണം? അരുൺ, കേൾക്കാമോ? കേൾക്കാം. രഞ്ജിത്ത്, ഇന്നാണ് നമ്മുടെ ഈ സെലീന അമ്മയുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ പോകുന്നത്. ഈ പറയുന്ന വൈദ്യവിളാകത്ത് താമസിച്ചിരുന്ന സെലീന അമ്മ എന്ന ആരോഗ്യവകുപ്പിലെ ജീവനക്കാരിയെ കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു സഹായി കൂടെ ഉണ്ടായിരുന്നു. മക്കളുമായിട്ടല്ല താമസിച്ചിരുന്നത്. 17-ാം തീയതി ആയിരുന്നു ഉച്ചയോടുകൂടി മരണവിവരം അറിഞ്ഞ് മക്കൾ എത്തുന്നു. ഈ വാർഡ് മെമ്പറുടെയൊക്കെ സാന്നിധ്യത്തിൽ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം മരണാനന്തര കർമ്മങ്ങൾ നടത്തി പിരിയുകയായിരുന്നു. തുടർന്ന് നടത്തിയ ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അന്വേഷണം കൂടുതൽ സംശയം ഉണ്ടായെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഒപ്പം മൃതദേഹം കുളിപ്പിക്കാനെടുത്തപ്പോൾ ശരീരത്തിൽ ചില പാടുകൾ കണ്ടുവെന്നും ചില ആൾക്കാർ പറഞ്ഞതോടെ മകൻ രാജു ആണ് പാറശാല പോലീസിൽ സമീപിച്ചത്. പാറശാല പോലീസ് RDOക്ക് നൽകിയ അപേക്ഷയെ തുടർന്ന് ഉത്തരവ് ലഭിക്കുകയായിരുന്നു. ഇന്ന് 11 മണിയോടുകൂടി ഈ പറയുന്ന കുന്നത്തുകാലിന് സമീപത്തുള്ള മണിവിടയിലെ ശ്മശാനത്തിൽ നിന്നും ഈ പറയുന്ന മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തും. രഞ്ജിത്ത്, ശരി. അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണമത് ബാലരാമപുരം കൊലപാതകത്തിലെ ദുരൂഹത നീക്കാനായുള്ള പോലീസിന്റെ ശ്രമമാണ്. പ്രതിയായ ഹരികുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. VV അരുൺ ചേരും. അരുൺ, ഇതിൽ ഇന്ന് പോലീസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം ഹരികുമാറിന്റെ കസ്റ്റഡി അപേക്ഷ നേരത്തെ പോലീസ് നൽകിയതാണ്. ഇന്ന് ഹരികുമാറിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടും, ചോദ്യം ചെയ്യാനായി കിട്ടും. എത്ര ദിവസം കിട്ടുമെന്ന കാര്യത്തിൽ കോടതിയുടെ തീരുമാനമാണ് നിർണായകമാകും, അല്ലെങ്കിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഹരികുമാറിനെ പരമാവധി കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ ഈ കൊലപാതകം നടന്ന ദിവസം രാവിലെ മുതൽ ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന, പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മറുപടികളാണ് പലപ്പോഴും ഹരികുമാർ നൽകിയത്. അതുകൊണ്ടാണ് എന്താണ് ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം, യഥാർത്ഥ ലക്ഷ്യമെന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്തത്. പോലീസ് ഇരുട്ടിൽ തപ്പുന്നത് ഇയാളുടെ ഈ മൊഴി നൽകലിന്റെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത സമീപനമാണ്. ശ്രീധുവും ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് പോലീസിനോട് പെരുമാറിയത്. താൻ ഒറ്റയ്ക്കാണ് കൊല ചെയ്തതെന്ന് ഇപ്പോൾ ഹരികുമാർ സമ്മതിക്കുന്നു. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അയാളത് മാറ്റിപ്പറയുകയും ചെയ്യുന്നു. ഇതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. 2-3 കാര്യങ്ങളിലാണ് പ്രധാനമായും പോലീസിന് വ്യക്തത വേണ്ടത്. ഒന്ന്, ശ്രീധുവിന്റെ പങ്ക് എന്താണ്? ശ്രീധുവിന് ഈ കൊലപാതകത്തിലുള്ള പങ്ക് ശ്രീധു കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു കൊലപാതകം നടത്തിയത്? മറ്റൊന്ന്, ഈ വിവാദ ജോത്സ്യൻ പ്രദീപ് കുമാറിന്റെ ഇതിലെ പങ്കെന്താണ്? അത്തരമൊരു ഉപദേശം, കുട്ടി ജനിച്ചാൽ ജനിച്ചതിന് ശേഷമാണ് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിരത നഷ്ടമായത്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായത് എന്ന ഉപദേശം, അതുകൊണ്ട് കുട്ടിയെ ഇല്ലാതാക്കണമെന്ന ഉപദേശം ജോത്സ്യൻ നൽകിയിട്ടുണ്ടോ? മറ്റൊന്ന്, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര ക്രിയകൾ വീട്ടിൽ നടന്നിട്ടുണ്ടോ? ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടുള്ളത്, സാമ്പത്തിക പ്രതിസന്ധിയാണോ കാരണം? എങ്കിൽ എന്താണ് സാമ്പത്തിക പ്രതിസന്ധി? ശ്രീധു പറയും പോലെ 30 ലക്ഷം രൂപ ഈ പ്രദീപ് കുമാർ എന്ന ജോത്സ്യന് നൽകിയിട്ടുണ്ടോ? അത് അയാൾ തിരിച്ചു കൊടുക്കാത്തവരെ സാമ്പത്തിക പ്രതിസന്ധി തള്ളിവിട്ടോ? അതും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട്. ഇങ്ങനെ പല ചോദ്യങ്ങളാണ് ഇതിൽ അവശേഷിക്കുന്നത്. അതിൽ വ്യക്തത വരുത്താനാണ് ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നത്. ഹരികുമാർ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ്, മനോരോഗത്തിന് ചികിത്സ തേടിയിട്ടുള്ള ആളാണ് എന്നൊരു പരാമർശം കുടുംബാംഗങ്ങൾ പലപ്പോഴും നൽകിയിട്ടുണ്ട്. അതിൽ സത്യമുണ്ട്, എത്രത്തോളം വസ്തുതയുണ്ട്, അക്കാര്യങ്ങളും പരിശോധിക്കും. അയാളെ പോലീസിനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്തിട്ട് പലപ്പോഴും അയാളുടെ ഉള്ളിലിരിപ്പ് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഒരു മാനസിക രോഗ വിദഗ്ധന്റെ സഹായത്തോടു കൂടി ഹരികുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. ഈ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ പ്രധാനമായും അതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അയാളുടെ മൊഴിയിൽ നിന്ന് അയാൾ ചോദ്യം ചെയ്ത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരാനുള്ളത്. അത് ലഭിച്ചാൽ മാത്രമേ ഈ കേസിന്റെ ഈ കൊലപാതക യഥാർത്ഥ കാരണത്തിലേക്ക് പോലീസിനെത്താനാകൂ. അതുകൊണ്ട് ഇന്ന് ഹരികുമാറിനെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യും.
സീതുവിനെയും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. സീതുവിന്റേത് നിലവിൽ സീതു കൊലപാതക കേസിലെ പ്രതിയല്ല, പക്ഷേ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. അതിൽ സീതുവിന്റെ എങ്ങനെയാണ് സീതു പൈസ തട്ടിച്ചത്, ഇനി അത് കൂടുതൽ പരാതികൾ വരാനിടയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി സീതുവിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സീതുവിനുള്ള അപേക്ഷ ഇന്ന് കോടതിയിൽ നൽകും. ശരി, വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. അത് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ ചെന്താമരയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് അപേക്ഷ സമർപ്പിക്കുമെന്നുള്ളതാണ്. നാളെ ശക്തമായ സുരക്ഷാ വലയത്തിൽ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ സമയം ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കും. ഷംന, എന്തൊക്കെയാണ് വിവരങ്ങൾ? കാരണം നാട്ടുകാരുടെയൊക്കെ വലിയ എതിർപ്പ് ഉണ്ടാകാനുള്ള പശ്ചാത്തലമുണ്ട്. എന്തായിരിക്കും പോലീസ് ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, നാളെയാണ് ഈ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നത്. ഇന്ന് ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. 2 ദിവസത്തെ കസ്റ്റഡിക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കുന്നത്. ഒപ്പം നാളെ തെളിവെടുപ്പിനെയും നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്താണ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ സന്നാഹം ഒരുക്കിയിട്ടുള്ളത്. 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. ഒപ്പം തന്നെ ഈ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. കാരണം ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രതിക്കെതിരെ നാട്ടുകാരുടെ ഒരു രോഷം അത് വളരെ കൃത്യമായി തന്നെ പ്രകടമായതാണ്. ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്തടക്കം, പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നതടക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കും. ഒപ്പം തന്നെ ഈ നേരത്തെ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്ത് വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് പ്രതിയെ മാറ്റിയിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ നാട്ടുകാരുടെ ഈ രോഷം മാത്രമാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ തെളിവെടുപ്പിനെത്തുന്ന സമയത്തും അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പോലീസിനെതിരെ കൂടി നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു രോഷം അത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കാരണം പല ഘട്ടത്തിലായി ഈ പോലീസിനോട് ഈ നാട്ടുകാർ ഈ പ്രതിയെ കുറിച്ച് പരാതി നൽകിയിരുന്നു. അതായത് ഈ പ്രതി സുധാകരനും കുടുംബത്തിനും മാത്രമല്ല മറ്റ് സമീപവാസികൾക്ക് കൂടി വധഭീഷണി മുഴക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പലപ്പോഴായി പോലീസിന് പരാതി നൽകിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും പോലീസ് ഒരു ഘട്ടത്തിൽ പോലും അത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ കോടതി ജാമ്യം അനുവദിച്ച പ്രതിയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി. ഈ പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടാണ് നെന്മാറയിൽ എത്തിയത്. പക്ഷെ അതുപോലും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നില്ല. ഒപ്പം തന്നെ ഈ പ്രതി വധഭീഷണി മുഴക്കിയിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ, മറ്റ് അക്രമങ്ങളൊന്നും നടത്തിയില്ലല്ലോ എന്നായിരുന്നു പോലീസിന്റെ മറുപടി. അപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ പോലീസിനെതിരെ കൂടി നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു രോഷമുണ്ട്. കാരണം പോലീസ് ഒരു കാര്യക്ഷമമായി ആ പരാതി കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കിൽ ഈ കൊലപാതകങ്ങൾ നടക്കില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ പോലീസിനെതിരെ കൂടി വലിയ രീതിയിലുള്ള രോഷം നിലനിൽക്കുന്നത് കൊണ്ട് തെളിവെടുപ്പ് അത് എത്ര കണ്ട് സുതാര്യമാകുമെന്നത് ഒരു വലിയ ചോദ്യമാണ്. ഒപ്പം തന്നെ ഈ പ്രതിയുടെ സാധാരണ ഒരു തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാണ് നീങ്ങുക. കാരണം ഈ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ല. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ മൊഴി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം പല ഘട്ടങ്ങളിൽ ഈ വിഷം കഴിച്ചു എന്നതുൾപ്പെടെ പല ഘട്ടങ്ങളിൽ കേസന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിൽ പ്രതി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് സാധിക്കില്ല. അതുകൂടി ചൂണ്ടിക്കാട്ടി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തി ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. അത് മറ്റ് ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കിയിട്ടുണ്ട്. എന്തായാലും ആ തെളിവുകൾ കൂടി മറ്റൊന്ന് ഈ പ്രതിക്കെതിരെ നാട്ടുകാരുടെ മൊഴി ഇതെല്ലാം കണക്കിലെടുത്താവും കേസന്വേഷണത്തിന്റെ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലം പരവൂരിൽ തെക്കുംഭാഗം ഗ്രൗണ്ടിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യുവാവിന് മർദ്ദനമേറ്റതായി പരാതി. പരവൂർ സ്വദേശി ഷാൻ സിറാജിനാണ് മർദ്ദനമേറ്റത്. ഇടതുപക്ഷത്തിന്റെ തെക്കുംഭാഗം വാർഡ് കൗൺസിലർ സനൽ മർദ്ദിച്ചുവെന്നാണ് പരാതി. കാലിന് പൊട്ടലേറ്റ യുവാവ് നെടുങ്കോലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് കേസെടുത്തു. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.
കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും. റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യ എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും നാളെ കളക്ടറേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം. മിഹിറിന്റെ മരണത്തിൽ ജെംസ് മോഡേൺ അക്കാദമി വൈസ് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ബിനു അസീസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മിഹിർ സ്കൂൾ മാറിയത് വൈസ് പ്രിൻസിപ്പാളുമായി പ്രശ്നമുണ്ടായതിനെ തുടർന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു റിമാൻഡിൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നെയ്യാറ്റിൻകര കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിലാണ് നടപടി. കുട്ടിയെ കൊന്ന കേസിൽ പ്രതി ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ തമിഴ്നാട്ടിലെ മന്ത്രവാദിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രതിയും അമ്മാവനുമായ ഹരികുമാർ